الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഇന്നലെ ഓതിയ ഒരു ഹദീസിൽ ഒരു കലിമത്ത് വേണ്ട പോലെ ആയിട്ടില്ല എന്ന് മോനിക്ക് കൽബിട്ടിനി, അതുകൊണ്ടത് തീർക്കാനേ ഇരിക്കുന്നു. വാൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ, അന്നലെ ഓതിയ ഹദീസ് തന്നെ. ഉതിയൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സബിയ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെറിയ കുട്ടിനെ കൊണ്ടുവന്നു. എന്നിട്ടോ ഫഖബ്ബലഹു, കുട്ടിയെ ചുംബിച്ച്. വഖാല, എന്നിട്ട് പറഞ്ഞു ഇന്നഹും മബ്ഖലത്തുൻ മജ്ബനത്തുൻ എന്ന് പറഞ്ഞു. ഈ മബ്ഖലത്ത് എന്ന് പറഞ്ഞാൽ ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്കല്ലേ, പിശുക്കിനുണ്ടാക്കുന്ന കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു 100 റുപ്യ ഉണ്ട്. ആർക്കും ധർമ്മം ചെയ്യാൻ നോക്കുമ്പോൾ പിള്ളേർക്ക് പട്ടിണിയായി പോയെങ്കിലോ, നമ്മൾ ചെറിയ പിള്ളേരല്ലോ, അവർക്കെന്തെങ്കിലും മുട്ടയെല്ലാം വാങ്ങി കൊടുക്കാല. പിള്ളേർ ഓർത്തിട്ട് എന്താക്കും, ഇത് കൊടുക്കാണ്ടിരിക്കും. അപ്പോൾ ഒരു ബഖീൽ തരത്തിന് ഉണ്ടാക്കാനുള്ള സാധ്യത എന്തിലുണ്ട്, കുട്ടികളിലുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അത് മബ്ഖലത്ത്. തിരിഞ്ഞ പിന്നെന്താ മജ്ബനത്ത് എന്ന് പറഞ്ഞാൽ, ജുബിനെന്ന് പറഞ്ഞാൽ ഭീരുത്വം, പേടി. അപ്പോൾ യുദ്ധക്കളത്തിലേക്കെല്ലാം പോകുമ്പോൾ എന്താക്കും, ഞാൻ ഷഹീദായിപ്പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ നോക്കാൻ ആര്, മക്കൾ എത്തിയുമായില്ലേ, അതായില്ലേ എന്നെല്ലാം വിചാരിച്ച മക്കളുടെ കാര്യത്തിൽ എന്താക്കും, ഓർ ആരോഗ്യം സംരക്ഷിക്കാൻ നിൽക്കും. അപ്പോൾ പേടിയെ ഉണ്ടാക്കുന്ന, യുദ്ധക്കളത്തിൽ പോലും പേടിയെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പം രണ്ടും തിരിഞ്ഞില്ലേ? അതാണിപ്പോൾ ഇന്നലെ അത് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്ന്. അത് ക്ലാസ്സിന് മേൽനോട്ടം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. വാലൈക്കും, അത് അല്ലാഹു തആലാൻ്റെ സമ്മാനമാണ് അവരെന്ന് പറഞ്ഞത്. കാരണം മക്കളെ കിട്ടായിട്ട് വന്നിട്ട് കോടികൾ ചിലവാക്കിയിട്ട് മക്കളെ കിട്ടാത്ത ആളുണ്ട്. അതല്ല യഹബൂ എന്നല്ലേ പറഞ്ഞു, അള്ളാഹ് വശാരായിട്ട് കൊടുക്കുന്നു. മക്കളുടെ കാര്യത്തിൽ ഖുർആൻ എവിടെ പറഞ്ഞാലും വഹബ വഹബിന റബ്ബി ഹബിലി മില്ലദുൻക ദുർരിയത്തൻ. അതുപോലെ എന്തെന്ന് ദിക്ർ റഹ്മത്തി റബ്ബിക അബ്ദഹു ഫഹബിലി മില്ലദുൻക വലിയൻ, എല്ലാം വഹബ. അപ്പം നമ്മൾ പണ്ടേ പറയും പോലെ നാഗത്തിന് മുട്ട കൊടുത്തുകൊണ്ടൊന്നും ഉണ്ടാവില്ല, മക്കളെ കിട്ടൂല. അതൊന്നും ഇസ്ലാമിൽപ്പെട്ടല്ല. ഇപ്പം ഇത് ആരോണ്ട് ശരിയായില്ലേ? അതിന് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതാണ് എന്തെങ്കിലും മറ്റൊരു പഴച്ചാൽ ആടെ നോട്ട് വരുന്നുണ്ടാവും. ഹജാക്ക് തിരക്കന്നല്ലേ? നമ്മളെന്താ പറഞ്ഞത്, ആദാബ് സുഹബത്താണ് നമ്മുടെ വിഷയം. സുഹബത്തിൽ ആരൊക്കെ ഉണ്ട്? ഖാലിക്കായ അള്ളാഹു ഉണ്ട്, അടപ്പുകളാകുന്ന ഹൽക്കും ഉണ്ട്. അള്ളാഹുമായുള്ള ബന്ധത്തിനെ കുറിച്ച് ഇന്നെല്ലാം വിശാലമായി സംസാരിച്ചു. ഇനി ഹൽക്കിലി ഇപ്പോൾ ആദ്യം എടുത്ത ഏതാണ്? ആലിമാണെങ്കിൽ ആലിമ് മറ്റുള്ള ജനങ്ങളോട് എങ്ങനെ സുഹബത്ത് കെട്ടണം, ഒരു മുത്തഅല്ലിമിനോട് എങ്ങനെ വേണം, ഒരു ചോദ്യകർത്താവിനോട് എങ്ങനെ വേണം എന്നൊക്കെ ആലിമിൻ്റെ ലൈഫ് പറഞ്ഞു. അടുത്തേത് പറഞ്ഞു, മുത്തഅല്ലിമ് പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ടുള്ള സുഹബത്തിലാണ്, അത് പുറത്തെടുത്ത് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നതാണ് വഇൻകാനലക വാലിദാനി, എനിക്ക് വാലിദാനി എന്ന് വെച്ചാൽ മാതാപിതാക്കന്മാരുണ്ട്. നഫ അദബുൽ വലദി മഅൽ വാലിദൈൻ, മാതാപിതാക്കന്മാരോടൊപ്പം വലദിൻ്റെ അദബ് എന്താണ്? ഒന്ന് അൻ യസ്മഅ കലാമഹുമാ, അവർ പറയുന്ന സംസാരം കേൾക്കണമെന്ന്. ഒരാളെ പറയാൻ പറ്റിയിട്ട് ഇവന് ഓടാൻ പാടില്ല, കേൾക്കണം. വയഖൂമ ലി ഖിയാമിഹിമ, അവരെ നിന്നതിന് വേണ്ടി ഇവൻ എണീച്ചിക്കണം, ഉണ്ടല്ല. വയംതസില അംറഹുമ, അവർ രണ്ടുപേരുടെയും കൽപ്പനക്ക് അനുസരിക്കണം. വലാ യംശി അമാമഹുമ, അവർ രണ്ടുപേരുടെയും മുമ്പിൽ നടക്കാൻ പാടില്ല എന്ന്. അത് അബൂ ഹുറൈറ തങ്ങൾ ഒരാളെ വിളിച്ച് പറഞ്ഞില്ലേ, നമ്മൾ ഇന്നാളെ ഹദീസിൽ ഓതിയിരുന്നു. ഈ വേറെ ആരാന്ന് ചോദിച്ചു, മോനാന്ന്, എന്നാൽ ബെക്കിനെടുക്കുന്നത്. അത് കൂട്ടിക്കൊണ്ടപ്പോൾ പിന്നെ അത് വേറൊരു പ്രശ്നമില്ല. അത് പിന്നെ സാഹചര്യം എങ്ങനെയല്ലേ, നമ്മളിപ്പോഴൊക്കെ വചാൻ നടക്കുമ്പോൾ കുളർ പിടിച്ച് വലിക്കും കുട്ടിയിട്ട്. എപ്പോൾ നമ്മൾ ചെറിയ പിള്ളേരായ കാലം സമരം വാങ്ങാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ബാഗെല്ലാം ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ എന്താക്കും, കയറിപ്പോയെങ്കിൽ ബാക്കോട്ട് വലിക്കും. അതെ അതെ അതെ
അതെ അതെ അതെ അല്ല ഇതിപ്പം മാതാപിതാക്കന്മാരോടുള്ള ആളൊന്നും അല്ലല്ല വൈകാനലൊക്കെ വാലിദാൻ പുതിയ ഹെഡിങ് തുടങ്ങിയില്ലേ ഇന്ന്. ഒന്നാമത്തെ ബന്ധം ആലിമായാൽ എന്ത്, രണ്ട് മുത്തഅല്ലിമായാൽ എന്ത്, മൂന്നാമത്തത് നിങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കന്മാരുണ്ടായാൽ എന്ത്. ആലിമിന് മുത്തഅല്ലിമിൻ്റെ കഥയല്ല. ഇനി വലാ യംശി അമ്മാം വലാ യർഫഉ സൗതഹു ഫൗക അസ്വാതിഹിമ, അവർ രണ്ടുപേരുടെയും ശബ്ദത്തിൻ്റെ മേലെ ഇവൻ്റെ ശബ്ദം ഉയർത്താൻ പാടില്ല. വയുലബ്ബിയ ദഅവതഹുമ, അവരെ വിളിക്കുന്നതാക്കണം ഉത്തരം ചെയ്യാൻ, തൽബീത്ത് അല്ലേ, ലബ്ബൈക്കാന്ന് പറയില്ലേ. ഇനി വയഹരിസ അലാ തലബി മർദാതിഹിമ, അവർ രണ്ടുപേരുടെയും പൊരുത്തം തേടുന്ന വിഷയത്തിൽ ഇവനെന്താക്കണം, അത്യാഗ്രഹം പ്രവർത്തിക്കണം. വയഹ്ഫിദ ലഹുമൽ ജനാഹ്, ചിറക് താക്കുക എന്ന് പറഞ്ഞാൽ വിനയം കാണിക്കൽ. വഖ്ഫിദ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാന്ന് ഖുർആനിലുണ്ടല്ലോ. വല യമുന്നന്ന അലൈഹിമാ ബിൽബിർരി ലഹുമ, അവർക്കെന്തൊക്കെ ഉപകാരം ചെയ്തത് നീ ഒരു ഉപകാരം ചെയ്തതായിട്ട് എടുത്തു പറയാൻ പാടില്ല. നീയൊക്കെ അങ്ങനെ വന്നിട്ടില്ലേ, എനിക്ക് ഇങ്ങനെ വന്നിട്ടില്ലേന്ന്. വലാ ബിൽ ഖിയാമ ബി അംദിഹിമ, അവർ രണ്ടുപേരുടെയും കാര്യങ്ങളെ കൊണ്ട് നിൽക്കുന്നത് കൊണ്ടും ആ ഗുണം എടുത്തു പറയാൻ പാടില്ല. വലാ യൻദുറ ഇലൈഹിമ ഷസ്റൻ, ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നുണ്ട്, തുറച്ചു നോക്കല്, അത് നോക്കാൻ പാടില്ല. വലാ യുഖത്തിബ വജ്ഹഹു ഫീ വുജൂഹിഹിം, അവരുടെ മുഖത്ത് മുകളിൽ ചുളിക്കാൻ പാടില്ല. വലാ യുസാഫിറ ഇല്ലാ ബിഇദ്നിഹിമ, അവരെ സമ്മതം എടുക്കാതെ സഫർ പോകാനും പാടില്ല. അത് ഖുർആനിലുണ്ടല്ലോ, വൈമാത്തവരിൽ തന്നെ ആയത്തില്ലേ. കാല റജുലുൻ, അതിൻ്റെ 1-ാം നമ്പർ സറാഹ് നോക്ക്. കാല റജുലുൻ മൻ അഹഖു ബി ഹുസ്നി സഹാബത്തി, ഞാൻ നന്നായി സഹകരിച്ച് സുഹബത്ത് കെട്ടാൻ ഏറ്റവും അവകാശപ്പെട്ടവർ ആരെന്ന് ചോദിച്ചു. കാല, തങ്ങളെന്താ പറഞ്ഞത്? കാല ഉമ്മുക, എൻ്റെ ഉമ്മയാണ്. കാല സുമ്മമൻ, പിന്നെ അടുത്തതാര്? കാല ഉമ്മുക, വീണ്ടും ഉമ്മന്നെ. കാല സുമ്മമൻ, മൂന്നാമതാര്? ഉമ്മുക. അപ്പം എന്തായി? 1-ലും 2-ലും 3-ലും ഉമ്മ, 4-മത്തേൽ ഉപ്പ. അപ്പം എത്രയായി? 4-ൽ 75% ഉമ്മാക്കും. അതുകൊണ്ട് തളിപ്പറമ്പിൽ ഒരാൾ വയലു പറയാൻ വേണ്ടി വന്നു. ഈ ഹദീസ് ഓതിയിട്ട് കുട്ടിക്കാലത്ത് കേട്ടാണ്. ഒരു സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ചെറ്റക്കുടലിൽ തീപിടിച്ചിട്ട് അങ്ങനെ ആളുന്നു, ആരും അടുത്ത് തന്നെ പോകുന്നില്ല. അപ്പൊക്കെ ഒരു പെണ്ണുങ്ങൾ അങ്ങ് വെള്ളം കോരാൻ വേണ്ടി പോയില്ലോ. വെള്ളത്തിൻ്റെ പാത്രം ചാടിയിട്ട് ഈ തീ കൊണ്ടത്തിലേക്ക് പാഞ്ഞ് കയറി നോക്കുമ്പോൾ തൊട്ടിൽ കിടത്തേ കുഞ്ഞുണ്ടായിരുന്നു വരാൻ വേണ്ടി. അപ്പോൾ ഈ പെണ്ണുങ്ങൾ സ്വയം കത്തും സ്വയം പൊള്ളും എന്ന് കൂട്ടാക്കാതെ കൊണ്ട് കുഞ്ഞിനെടുത്തിട്ട് പുറത്തേക്ക് കൂടി. അയാൾ പറഞ്ഞ വാക്കിൽ അജ്മീരാണ്ടവരെ എന്ന് മണ്ടെന്നോലും കയറിയിനി. എന്നിട്ട് പറയുന്നത് ആ ചുറ്റുപാത്ത കൂടയിലെ കുഞ്ഞിൻ്റെ ഉപ്പിയുണ്ട്, കുടുംബക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ജീവൻ പേടിച്ചിട്ട് എന്താക്കി, അപ്പോൾ ഉമ്മാക്ക് 3 തവണ കൊടുക്കാനുള്ള അവസ്ഥ കിട്ടിയില്ലേ. അപ്പോൾ അതിന് മനസ്സിലായ. ഇനി 4-മത്തെ ചോദ്യം സുമ്മമൻ കാലാബൂക്ക എന്ന് പറഞ്ഞു. കഴിഞ്ഞല്ലാരോ നമ്മളോട് ചോദിച്ചിരുന്നു, അവർക്ക് എപ്പോഴും ബിറിന് വേണ്ടിയുള്ള ദുആ കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് 5 കിട്ടീന. വലിയ കരവേണ്ട ദുആയാണ് തന്നെ. ഇന്നല്ലാഹ തആല ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ ദ്രോഹിക്കൽ അല്ലാഹു തആല ഹറാമാക്കി എന്ന് പറഞ്ഞു. എന്നാൽ ചോദിക്കും ഉപ്പാനെ ദ്രോഹിക്കാൻ പോകുന്നു. അതല്ല, ഉമ്മ സാധുവായത് കൊണ്ടും കുറേ സഹിക്കുന്നത് കൊണ്ടും അവിടെ ആയിരിക്കും ചിലവാക്കല്ല. ഉപ്പനൊക്കെ ചിലപ്പോൾ തല്ലും കിട്ടുമല്ല. പിന്നെ വഅദുൽ ബനാത്ത്, അതുപോലെ പെൺകുട്ടികളെ കുഴിച്ചു മൂടൽ. പിന്നെ മൻ എം വഹാത്തി എന്ന് പറഞ്ഞാൽ, മൻ എന്ന് പറഞ്ഞാൽ ഇവൻ കൊടുക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കൂല. ഇവനിക്ക് കിട്ടാനുള്ളതിനെ കൊണ്ടാ, എനിക്കിന്നത് കിട്ടാനുണ്ട്, ഇവൻ ആർക്കെല്ലാം കൊടുക്കാനുണ്ടാവും, അതിന് ഒന്നുമില്ല. അതാ മൻ തടയൽ. ഹാത്തി എന്ന് പറഞ്ഞാൽ കൊണ്ട. അപ്പോൾ കിട്ടേണ്ട സാധനം എന്താക്കും, ഈടാക്കാൻ വേണ്ടി വലിയ ശ്രമമായിരിക്കും. അങ്ങോട്ട് കൊടുക്കണ്ടല്ലോ, ഒന്നുമില്ല, അത് വിരോധിച്ച്. വകരിഹലക്കും സലാസൻ, 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിട്ടുണ്ട്. കീല വക്കാല എന്ന് വെച്ചാലോ, കേട്ടതെല്ലാം ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. പോലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ എവിടെ നിന്നാണ് ഈ തലയടയാന്ന് വലാടയാന്ന് എവിടെ സംഭവം ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ പലതിലുണ്ട്.
ഒരു ഷെയ്ഖ് മുരീദിനോട് ചോദിച്ചല്ലോ, എടാ നീ ചോരക്കടൽ കണ്ടിടാന്ന്. ഇല്ല തങ്ങളെ, അന്ന് തങ്ങൾ ഉപ്പിയുണ്ട്. എന്നാ വാ എൻ്റെ കൂടെ വന്നിട്ട് കടപ്പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി ഈ കടലെല്ലാം ചോരയാകുകയെന്ന് പറഞ്ഞപ്പോൾ നിറച്ചും തിരമാല മൊത്തം ചോര പോലും. മനുഷ്യൻ്റെ ചോരയോ പോത്തിൻ്റെ ചോരയോ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടില്ലേ? ഇനി പഴയ വെള്ളമാവുക എന്ന് പറഞ്ഞാൽ വെള്ളമായി. ഏതാണ് ഷെയ്ഖ്, ഒക്കെ പോയ മുരീദാരാണ്, ഏത് കടപ്പുറത്താണ് പോയിന്, ഒന്നും തലയും പോലും ഇല്ല. സബ്ജക്റ്റും ഇല്ല, പ്രെഡിക്കേറ്റും ഇല്ല. ഇതാ കറാമത്ത് പറയല്. ഇനി ചോരയായത് കൊണ്ട് കിടന്നിട്ട് കറാമത്ത് കൊണ്ട് ഈ എന്തുണ്ട്, ഈമാനില്ലാത്താക്ക് ഈമാൻ ഉണ്ടാക്കൽ, യക്കീനില്ലാത്താക്ക് യക്കീൻ ഉണ്ടാക്കൽ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യൽ, ഇങ്ങനെ വെറുതെ ഉണ്ടാ. കടലിൽ ചോര തരമാല അടിച്ചുകൊണ്ട് ഇവിടെ ആർക്കും തമ്പാരം കിട്ടി. ഇതിൽ പറയുന്നതിന് വലിയ ലക്കും ലഗാനും ഇല്ല എന്ന് പറയാം. രണ്ടാമത്തേതാ കസറത്ത് സുആൽ, ചോദ്യം അധികരിപ്പിക്കൽ. വേണ്ടാണ്ട് ചോദ്യങ്ങൾ അറിയാനുള്ള ചോദ്യമില്ല, എന്നാലും അതിനുണ്ടാകുമല്ലോ ഒരു പരിധി. പിന്നെ ഇളാഅത്തുൽ മാൽ, മുതൽ പാഴാക്കൽ. മുതൽ എന്തെല്ലാം പെട്ടു, ഉപകാരപ്രദമായ എല്ലാം പെട്ടു, വെള്ളം പാഴാക്കലും പെട്ടു. അപ്പം ഇതിൽ കുറച്ചൊരു മുറുക്ക് വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ വലിച്ചെറിയാൻ പറ്റില്ല. നെഫുള്ള സാധനം നമ്മളിപ്പോൾ എന്താക്കും, തൊന്നിയ നൂലിൽ നിന്ന് നൂല് ബാക്കിയുണ്ടെങ്കിൽ നൂലെന്താക്കും, മറ്റേ നൂലിൻ്റെ കൂടെ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് കിട്ടും. ബാക്കി വലിച്ചെറിയില്ല. നിങ്ങൾ എന്തെങ്കിലും മുള്ളെടുക്കുന്നുണ്ടെങ്കിൽ അതും എടുത്തു നോക്കും. അത് ബഹിൽ തരല്ല. നമ്മളെ കണ്ണൂർ വാങ്ങിയ ചോക്ക് 25 കൊല്ലം മുമ്പ് വാങ്ങിയ ചോക്കിൻ്റെ പെട്ടി ഇപ്പോൾ ഉണ്ട്. എന്തുകൊണ്ടാന്ന്, ചെറിയ പെരണ്ടോൾ കണക്കത്തൊരു കഷ്ണം കിട്ടാതെ ഞാൻ വെമ്പെടുത്തെടുത്ത് വെച്ചിട്ട് അലിഫ ഇടാൻ പറ്റും ഇങ്ങോട്ട് ഇടും, ഒരു പുള്ളിയിടാൻ പറ്റും കിടും, ലാസ്റ്റ് പിടുത്തുണ്ടാവുമല്ല, അതുവരെ ഉപയോഗിക്കും. അത് ബഹിൽ തരാം. അതിനാ ബഹിൽ എന്ന് പറയല്. അപ്പം ബുഹലിൻ്റെ ഇതിനെന്താന്ന്, ജൂത്. അപ്പം എന്തെല്ലോ അനാവശ്യമാക്കി ചിലവാക്കല ജൂത്, അതുമല്ലല്ല. അത് അടുത്ത് തന്നെ. അപ്പം മാതാപിതാക്കന്മാർ അതാപം കഴിഞ്ഞു. ഇനി വാലം അന്നന്നാസ ബാധ ഹൗലായി, ഈ ഹൗലായി ഇത് വിട്ട് സ്വന്തം കുടുംബക്കാരിലെല്ലാം മാതാപിതാക്കന്മാരും വിട്ടതിന് ശേഷം ബാധ ഹൗൽ. പനി ശരിക്കും പറഞ്ഞാൽ ചാർച്ച ബന്ധക്കാരും കുടുംബത്തിലുള്ള എല്ലാം ആദാബ് സുഹബത്ത് നോർച്ചിട്ടില്ലാതെ പേജ് എന്തിലുണ്ട്, ഹെയ്യയിലുണ്ട്. അതെ അതെല്ലാം ആക്കിയിട്ട് അതുകൊണ്ട് അത് നീട്ടിയിട്ട് അങ്ങോട്ട് ഓതിയാൽ മതി, എന്നാൽ പ്രശ്നം തീർന്നു. ഓരോരുത്തോട് എങ്ങനെ കാട്ടണം, അമുസ്ലിമിനോട് എന്ത് കാട്ടണം, അമുസ്ലിമിൽ തന്നെ ഹർബിയാണെങ്കിൽ എന്ത് വേണം, ദിമ്മിയാണെങ്കിൽ എങ്ങനെ വേണം, മുസ്ലിമീങ്ങളോട് ലോകത്ത് ചെയ്യുന്ന ആളോട് എങ്ങനെ വേണം, കൃഷികളോട് എങ്ങനെ വേണം, പിന്നെ മിദ്അത്തുകാരനോട് എങ്ങനെ വേണം, അങ്ങനെ തുടങ്ങിയ ഉപരം നീട്ടി പരത്തിയങ്ങോട്ട് പറഞ്ഞില്ലേ. എന്നാലും എന്തൊരു പറച്ചിലാന്ന് പഠിച്ചു. ഇത് അള്ളാഹു ബാഹിർന്ന് ഇങ്ങനെ ഗോരൽ തന്നെ. ഇപ്പോൾ വേറെന്തേനിപ്പം പറയാനുള്ളത്? ഇനി ഒന്ന് പറഞ്ഞതിന് ശേഷം ഇത് ഒത്തുനോക്കി കൂടെ വേണ്ടല്ല, ഏടിയും ഒരു വ്യത്യാസം വരില്ലല്ലോ. പോട്ട് ഇനി ജനങ്ങളെന്താക്കുക, സലാസത്തു അക്കസാമീൻ, 3 വിഭാഗമാക്കുന്നു. ഒന്നേതാ അൽ അസ്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്ന ഒരു റൂം താമസത്തിൽ, ജോലി സ്ഥലത്ത്, പഠനത്തിൽ, സഹപാഠികളായിട്ട്, ഹജ്ജിൻ്റെ കൂട്ടത്തിൽ, ഇങ്ങനെ പലതും ഉണ്ടാകാം. മറ്റോ വൈമ്മ മആരിഫ്, അസ്തിക്കാവ് അല്ലെങ്കിലും പരിചയക്കാരായിരിക്കും, കണ്ടാലറിയും. മൂന്നാമത് വൈമ്മ മജാഹിലുൻ, ഓരോ തലയും പാലും ഒന്നും അറിയില്ല, പള്ളിയിൽ നിന്ന് പറയും ഇങ്ങനെ ആളെ കാണും. ഇപ്പോൾ ഹോട്ടലിൽ ഇപ്പോൾ എത്ര ആളെ കാണുന്നു, പള്ളിയിൽ എത്ര ആളെ കാണുന്നു, എന്താ മജാഹിലി. ഇവരോട് 3 ഗ്രേഡാക്കി. അപ്പോൾ ഏറ്റവും അഹസ്സാണ് അസ്തിക്കാവ്. മറ്റേതോ കുറച്ചും കൂടി, അതിൻ്റെ അപ്പുറം വളരെ കുറവ്. അതാ ഫഇം ബുലീത ബിൽ അവാമിൽ മജ്ഹൂലീൻ, നിനക്ക് പരിചയമില്ലാത്ത മജ്ഹൂലീങ്ങളായ കുറേ അവാമിനെ കൊണ്ട് നിനക്കെന്താക്കി ഇടപഴകേണ്ടി വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ. എന്നാലോ അതബു മുജാലസത്തിൽ ആമ്മത്തി, അവരോട് പെരുമാറുന്ന അതബന്ത തർക്കുൽ ഖൗലി മഅഹും ഫീ ഹദീസിഹിം, അവരെന്തോ സംസാര വിഷയത്തിൽ നീ ഇടപെടാൻ പോണ്ടാന്ന്. ഓരേതോ ജോലിക്കാരെയോ മറ്റേ കാര്യമോ മറിച്ചേ കാര്യമോ ഓരോ ഭാഷയിൽ പറയുമ്പോൾ അടപ്പോ എന്നിട്ട് ഇവരങ്ങോട്ട് കൊടുക്കത്തില്ല. എന്നെ കൊണ്ട് എന്തൊക്കെ കാര്യമോ?
ഇനി വക്കില്ലത്തുൽ ഇസഹായില അറാജീഫിഹിം, അവരെ പിച്ചുമ്പയും ഉണ്ടാവുമല്ലോ, വേണ്ടുന്നതും പണ്ടാത്തല്ലോ, അതിലൊന്നും ചെവി അങ്ങോട്ട് കൊടുക്കണ്ട. ഇസഹ എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ച് കേൾക്കലി. അപ്പോൾ ഓർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ഇവരെന്തിനാന്ന് നമ്മളെ ഉള്ളിങ്ങനെ കേൾക്കുന്നു അല്ലേ. പിന്നെ വത്തഗാഫുലു അമ്മ യജ്രി മിൻ സൂഇ അൽഫാദിയും, ചില ചീത്ത വാക്കുകൾ കലിമത്തോടെ പ്രയോഗിക്കും, അത് കേട്ടില്ല എന്ന് വെച്ചാൽ ആടാ ചോദ്യം ചെയ്യാനോ അതങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഒന്നും നടന്നാലാവില്ല. തഗാഫുൽ, ഗഫൽ അത് നടിക്കല്, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ കേട്ടിട്ടില്ല എന്ന് നടിക്കല്, മനസ്സിലാകുന്നുണ്ടല്ലോ. വൽഇഹ്തിറാസു അൻ കസറത്തി ലിഖാഇഹിം, അവരെ കണ്ടുമുട്ടൽ വർദ്ധിപ്പിക്കാതിരിക്കലും. ആവശ്യമുണ്ടെങ്കിൽ കാണാമെന്നല്ലാണ്ട് പള്ളിയിൽ പോയാലോ ജുമാക്ക് പോയാലോ അടുത്തെങ്കിലും ഇങ്ങനെ കാണും, കണ്ടുപോയെന്ന് എന്തെല്ലാം നാട്ടുകാർ ഏതെല്ലാം കോലത്തിലുള്ള എന്തെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ വിട്ട് അതെ പറഞ്ഞു വിട്ട്. പിന്നെ വൽ ഹാജത്തിലേയും, അവർക്കുള്ള ഹാജത്താക്കലിനെയും കുറക്കുക. ഭാരതത്താക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പോണ്ട. വത്തംബീഹു ലഹും അലാ മുൻകറാത്തിഹിം, അവരുടെ വെറുക്കപ്പെടുന്ന കാര്യമുണ്ട് മുൻകറാത്ത്, അതിനെ ഉണർത്തുക ബിൽ ലുത്തുഫി, നല്ല മയത്തിൽ. കൽമ നിന്നാലാവൂല. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാ നിങ്ങൾ പറയും. അതുപോലെ വൻ നുസഹി, നുസുഹോട് കൂടിയും. നുസഹെന്ന മനസ്സിൻ്റെ ഹാലാണ്. എപ്പോൾ ഇന്ത റജായിൽ കബൂലി മിൻഹും, അവരുടെ വക്കൽ നിന്ന് കബൂല് പ്രതീക്ഷ ഉണ്ടെങ്കിൽ. കബൂല് പ്രതീക്ഷയില്ലെങ്കിൽ നമ്മളെ ബാക്കിൽ എന്താ അർത്ഥമുള്ളത്, അത് വെറുതെ പോവാം. അമ്രും ബിൽ മഅറൂഫും കബൂല് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലല്ലോ വേണ്ടുള്ളൂ. അമ്രും ബിൽ മഅറൂഫ് വാജിബാകുന്ന പോലെയുണ്ട്, ഫർദ് കിഫായ ആകുന്ന പോലെയുണ്ട്, പിന്നെ പാടില്ലാത്ത പോലെയുണ്ട്. ഇവൻ ഇതിനെ കാണാൻ മറക്കട മുഷ്ടി കൂടുന്ന വേണ്ട, ഇവൻ പറഞ്ഞു കൊടുക്കാക്കണ്ടെന്നാണ്, അതിനെ കൊണ്ട് മതിയാക്കിയേക്കാം. അതുണ്ടാവും. അതിൻ്റെ അപ്പുറം പറഞ്ഞിട്ട് നോക്കും. ചിലപ്പോൾ ഇവന് ചിലപ്പം കുറ്റക്കാരനേ ഉള്ളൂ, ചിലപ്പം കുഫ്ർ വരെ എത്തിക്കും കടന്നു പറഞ്ഞിട്ട്. അപ്പം അത് അമ്രും ബിൽ മഅറൂഫ് യഹ്യ നോക്കണോ, എല്ലാവർക്കും കടമയല്ല. പറയേണ്ട ശൈലിയുണ്ട്, എനിക്ക് ചില യോഗ്യതകളുണ്ട്, പറയാൻ പഠിക്കണം. അല്ലെങ്കിൽ എന്താക്കണം, പറയുന്ന ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമുക്കറിയില്ല, നമുക്കതിൻ്റെ ശൈലിയും അറിയില്ല, എന്നാൽ എന്താക്കുക അയാളുടെ ശൈലിയുള്ള ആളോട് നിങ്ങൾ ഒന്ന് ഉണർത്തണമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബാധ്യത തീർന്നു. അതൊക്കെ ഹിജയിലുണ്ട്. ഹിജ ഓരോരുത്തരും ആ വിഷയത്തിലുള്ളൊരു കിതാബ് ഭൂമിയിൽ മുളച്ചിട്ടില്ല എന്ന് ഉണ്ട്, അതിൽ നിന്ന് കോപ്പി അടിച്ചത് മാത്രം. ഇനി അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പോൾ അവരെ വട്ടക്കെ വിട്ടേക്കുക. ഇനി വഅമ്മൽ ഇഖ്ബത്തു വൽ അസ്തിഖാ, സഹോദരന്മാർ അതുപോലെ സദീഖീങ്ങൾ, അതായത് പറയാൻ പോകുന്നു. അത് ഫഅലൈക ഫീഹിം വളീഫത്താനി, ആ വിഷയത്തിൽ എനിക്ക് 2 വളീഫുണ്ട്, 2 കടപ്പാട്. ഒന്നേതാ, അഹദുഹുമ, ഒന്ന് അൻ തത്ലുബ അവ്വലൻ ശുറൂത്ത സുഹബത്തി വസ്സദാഖ, സുഹബത്തിൻ്റെയും ഈ സദീഖാക്കുന്നതിൻ്റെയും ഷർത്ത് ആദ്യം തേടി പിടിക്കണം. ഷർത്തില്ല ഞാൻ കാര്യം പോക്കാം, ഷർത്ത് പറയും. അപ്പോൾ ഫലാ തുആഖി ഇല്ലാ മൻ യസ്ലുഹു ലിൽ ഉഖുവ, ഉഖുവത്തിന് ഇഖ്വാനാക്കാൻ പറ്റുന്ന ആളുകളല്ലാതെ കണ്ട് നീ ഇഖ്വത്താക്കാൻ നിൽക്കരുത് എന്ന് പറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഉ അലാ ദീനി ഖലീലിഹീന, ഒരു മനുഷ്യൻ അവൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ദീൻ പോലെ ആയിരിക്കുന്നത്. എന്തുകൊണ്ട്, ഓൻക്കൊപ്പിക്കാൻ വേണ്ടി ഇവൻ അങ്ങോട്ട് ചായും, അപ്പോൾ ഇവനെന്താക്കും, രണ്ടാളുടെ ദീൻ ഒരുപോലെയാവും. അതുകൊണ്ട് ചിന്തിക്കണം. ഫൽ യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോടാണോ കൂടുതൽ ഈ കൂറ് പുലർത്തുന്നത് എന്ന് ആദ്യം തന്നെ ഒന്ന് ചിന്തിക്കണം എന്ന് പറയും. ഇത് പകർന്നതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അതാ പറയുന്ന എന്തൊരു വർച്ചലാന്ന് ഇമാമിന് നമ്മൾ ദ്വാരക്കാന്നല്ലാണ്ട് എന്തെങ്കിലും കഴിയോ. അതാ ഫൈദ തലബത്ത് റഫീഖൻ ലിയക്കൂന ശരീഖക ഫി തഅല്ലും, പഠന വിഷയത്തിലായിക്കോട്ടെ, അത് പിന്നെ മൂപ്പർ തഅല്ലും തഅലീം വിട്ട് കളിക്കുകയും ചെയ്യൂല. 1 നമ്പർ അത് തഅല്ലുമിൻ്റെ വിഷയത്തിൽ എനിക്ക് ശരീക്കാക്കാൻ വേണ്ട ഒരാൾ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിലോ വസാഹിബക ഫി അംരി ദീനിക ദുന്യാക്ക്, നിൻ്റെ ദീനിൻ്റെ കാര്യത്തിലോ ദുന്യാബിൻ്റെ കാര്യത്തിലോ ഒരു ബിസിനസ്സിലോ എന്തോ ആയിക്കോട്ടെ നിൻ്റെ ഒരു സാഹിബാക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ ഫറാഹി ഫീഹി, ആ വ്യക്തിയിൽ നീ പരിഗണിക്കണം 5 ഹിസാൽ, 5 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? അൽ അവ്വലു അൽ അക്കൽ, ഓനിക്ക് ആക്കൽ വേണം. പോയത്തക്കാരനോ മണ്ടനോ അത് എഡിറ്റ് പറ്റൂല. അതാ ഫലാ ഖൈറ ഫീ സുഹബത്തിൽ അഹ്മഖി എന്ന് പറഞ്ഞു. ഹംക്കായ മനുഷ്യൻ്റെ സുഹബത്തിൽ ഒരു ഖൈറുമില്ല. അത് പിന്നെ കാര്യമായ ഷർഹ് അതിനില്ല. എടുത്ത് വേറെ ഷർഹ് വരും സുഫിയാൻ സൗരി തങ്ങളെ.
അപ്പോൾ അങ്ങനെ വന്ന ഫഇലൽ വഹശത്തി വൽ ഖതിയത്തി യർജിഉ ആഖിറുഹാന്ന്. ഈ അഹമ്മക്കിനോട് കൂട്ടുകൂടിയാൽ എന്താവും? പിന്നെ വഹശത്താണ്, ഒരു ഈനാസ് ഉണ്ടാവില്ല, ഒത്തുപോകില്ല, ബന്ധം മുറിക്കലിലേക്കായിരിക്കും അവൻ്റെ അവസാനം ചെന്നെത്തുക. വഖദ് യളുറുക വഹുവ യുരീദു അൻ യൻഫഅക. അവൻ വിചാരിക്കും നിനക്ക് ഉപകാരമാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ നിനക്ക് ചിലപ്പോൾ ഉപദ്രവമായിരിക്കും ഉണ്ടാവുക. അതുപോലെ വൽ അദുബുൽ ആഖിലു ഖൈറുൻ. ബുദ്ധിയുള്ള അദുവാണ് ഖൈർ ആരേക്കാൾ പിന്നെ സദീഖിൽ അഹമ്മക്ക്. ഹംക്കായ സദീഖിനേക്കാണ് അതാ നല്ലതെന്ന്. അത് അക്കല് ശ്രദ്ധാക്കി. വഖാല അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അത് പാട്ടാന്ന്. വലാ തസ്ഹബ് അഖൽ ജഹിലി വഇയ്യാക വഇയ്യാഹു ഫകം മിൻ ജാഹിലിൻ അർദാ ഹലീമൻ ഹീന വഖാഹു യുഖാസുൽ മർഉ ബിൽ മർഇ ഇദാ മാ ഹുവ മാ ശാഹു വലിശ്ശൈഇ മിനശ്ശൈഇ മഖായീസും വഅശ്ബാഹു വലിൽ ഖൽബി അലൽ ഖൽബി ദലീലുൻ ഹീന യൽഖാഹു. സലാത്തുല്ലാഹി സലാം. വലാ തസ്ഹബ് അഖൽ ജഹിലി. ജഹിലിൻ്റെ ഉടമയെ നീ സുഹബത്ത് കെട്ടാൻ പാടില്ല ജാഹിലിനോട്. എന്നിട്ടോ വഇയ്യാക വഇയ്യാഹു, നീ നിന്നെ സൂക്ഷിച്ചോ അവനുമാണ് സുഹബത്തും സൂക്ഷിച്ചോ, നീ പരസ്പരം സൂക്ഷിച്ചോളാം, ജാഹിലുമായിട്ട് എടുക്കണ്ടാന്ന്. എന്തുകൊണ്ട്? ഫകമ്മിൻ ജാഹിലിൻ അർദാ ഹലീമൻ. നല്ല സഹനശക്തിയുള്ള ഹലീമായ മനുഷ്യനെ ചീത്തയാക്കിയിട്ടുണ്ട്, ഹലാക്കാക്കിയിട്ടുണ്ട് എത്രയോ ജാഹിലി. അപ്പോൾ ഓൻ്റെ കൂടെ സാഹോദര്യം വെച്ച് പുലർത്തിയപ്പെടും. യുഖാസുൽ മർഉ ബിൽ മർഇ. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ കൊണ്ടാണ് അളക്കേണ്ടത്. ഇവൻ ആരെ കൂടെ കൂടുന്നു നോക്കിയിട്ട് എങ്ങനെ ഇതാ മാഹു മാഷാഹു, അവൻ്റെ കൂടെ സഹകരിച്ചാൽ മാഷാന്ന് വെച്ചാൽ ഒന്നിച്ച് നടന്നു എന്നാണ്. ആ നടത്തം ഈ നടത്തം തന്നെ ആവണമെന്നില്ല. നമ്മൾ നാടൻ ഭാഷയിൽ പറയല്ല, ഓനോ ഓൻ്റെ ആ നടത്തം ഈ നടത്തല്ലല്ലോ ഉദ്ദേശം, ഓൻ്റെ സഹകരണം. വലിശ്ശൈഇ മിനശ്ശൈഇ. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിനുണ്ട് മഖായിസും വഷ്ബാഹു, ചില തുല്യതകളും ചില അളവുകളും. മഖായിസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഈ സൈസ് ഒപ്പിച്ച് മുറിക്കണം എന്ന് പറഞ്ഞാൽ അച്ചു വെച്ചിട്ട് മുറിക്കലില്ലേ, അതിൻ്റെ അളവ് അതുണ്ടാവും. മഖീസ്. വലിൽ കൽബി അലൽ കൽബി. കൽബിനുണ്ട്, കൽബിൻ്റെ മേലെ ദലീലുൻ, ചില തെളിവ് നൽകും. എന്തിൻ്റെ പനി ഹീന ഏൽക്കാഹ്, കണ്ടുമുട്ടുമ്പോൾ കൽബും തമ്മിൽ കണ്ടുമുട്ടും. അതെ അതെ. അപ്പോൾ അത് തീർന്നില്ലേ? ആ സ്ഥാനത്ത് 5 കാര്യത്തിൽ രണ്ടാമത്തത് ഹുസ്നുൽ ഖുലുഖാണ്. ഈ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ എല്ലാം തേഞ്ഞ ഒരാളുണ്ടാവില്ല. അതിനെപ്പറ്റി പറയുന്നത് ഫലാ തസ്ഹബ് മൻസാ ഖുലുഖുഹു. സ്വഭാവം ബടക്കായ ഒരാളെ കൂടെ സുഹബത്ത് കെട്ടണ്ടാന്ന്. ആരാന്ന്? മൻസാ ഖുലുഖുഹു വഹുവല്ലദീ ലാ യംലികു നഫ്സഹു ഇൻദൽ ഗളബി വശഹ്വ. ഷഹ്വത്തോ ഗളബോ വന്നാൽ ഓനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇന്നത് പറയാമെന്നോ ഇന്നത് ചെയ്യാമെന്നോ ഒന്നും ലെവലുണ്ടാവില്ല. അന്നേരം വെച്ചാൽ പിരാൻ തന്നെ ആല് അവനെ കൂടെ കൂടിയാൽ പറ്റി. അതേ മൂപ്പർ കണക്കൂട്ടുന്നുള്ളൂ. അതിനെന്താ? സുഫിയാനി എന്താണ് സഹൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ ഇപ്പോൾ ഹുസ്നുൽ ഖുലുഖ്? ഫഖാല അദ്നാഹുൽ ഇഹ്തിമാൽ. കുറഞ്ഞത് ഒരു സഹനം വേണം, ഒരു സഹിക്കലി. വ തർക്കുൽ മുക്കാഫത്തി. പ്രതികാരം എടുക്കൽ ഒഴിവാക്കൽ. അതേ അക്ഷരത്തിൽ മറുപടി പറയുക, അതേ നാണയത്തിൽ തിരിച്ചടിക്കാമെന്ന് പറഞ്ഞാൽ അതാ മുക്കാഫത്ത്. വർ റഹ്മത്തുൽ ലാലിമി. ലാലിമിനോട് കാരുണ്യം തോന്നുക. വദ്ദുആഉ. എന്നിട്ടോ അവന് ഗുണകരമായി ദ്വാരക്കുക. വഹാദി ഇത മുത്തസവ്വിഫീൻ. ഇതാണ് തസവ്വുഫിൻ്റെ ഹലാറ ഹുലുക്കായി പറഞ്ഞത്. എല്ലാവർക്കും അത് ഒത്തോളുന്നില്ല. എന്നെപ്പുറം മറിക്കല. അപ്പം എന്ത് പറഞ്ഞേ? വഖദ് ജമഅഹു അൽഖമത്തുൽ അതാരിദി റളിയല്ലാഹു അൻഹു. അത് ഹുസ്നുൽ ഖുലുഖിനെ മൊത്തത്തിൽ പറഞ്ഞ് ഫി വസിയ്യത്തിഹി ലിബ്നിഹി. മകനോട് ചെയ്ത വസിയ്യത്തിൽ. എപ്പോഴാണ് വസിയ്യത്ത്? ലമ്മ ഹദറത്തുഹുൽ വഫാത്ത് അടുത്തപ്പെടും. യാ ബുനയ്യ, മോനെ, ഇദാ അറത്ത അൻ തസ്ഹബ ഇൻസാനൻ. ഒരു മനുഷ്യനോട് കൂട്ടുകൂടാൻ വേണ്ടി നീ ഉദ്ദേശിച്ചാൽ ഫസ്ഹബ്, നീ സുഹബത്ത് കെട്ടണം. മൻ ഇദാ ഖദംതഹു സാനക. നീ അവന് ഖിദ്മത്തെടുത്താൽ നിനക്ക് സംരക്ഷണം നൽകും. അങ്ങനത്തെ ഒരാണ്.
നീയോനിക്ക് ഹിദ്മത്തെടുത്താൽ. വൈദാ സഹിബത്തഹോ, നീയോനോട് സുഹബത്ത് കെട്ടിയാൽ ദാനക്ക, നിനക്കതൊരു ഭംഗിയാണ്. അതായത് ജനങ്ങളുടെ ഇടയിൽ എന്തില്ല, അവനെ കൊണ്ട് പടക്കാവുന്ന ചുറ്റുപാട് വരുള്ളൂ, ഒരു ഭംഗി. അതാ ഓനോനൊക്കെ കൂടിയിട്ട് എന്താ ഇതെല്ലോ ഇപ്പം ഒരാശയെല്ലാം മാറി. അപ്പം അതില്ല ദാനയസീന് ഭംഗി. വയം കാത്തബിക്ക മൗനത്വം, നിനക്കൊരു ചെലവ് വർധന വന്നാൽ മാനക്ക, നിനക്ക് വേണ്ടുന്ന മൗനത്വം തരും. എന്തെങ്കിലും വെച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് വിഷമങ്ങൾ വന്നു. ഇനി 2 അടുത്ത പാരഗ്രാഫ്. ഇസ്ഹബ് മൻ ഇദാ മദത്ത യദക ഇലാ ഖൈരിൻ മദ്ദഹ, നീ സുഹബത്ത് കെട്ടേണ്ടത് ഒരാളോടാണ്. നീ നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഹൈറയത്തിലേക്ക്, എന്നാൽ ഓനും കയ്യിൽ നിന്ന് കിട്ടും. അന്ന് ഞാനും ഉണ്ട് എന്ന് വെച്ചു. ഒരു നല്ല വാക്കാന്ന്. വഇൻ റആ മിൻക ഹസനതൻ, നിൻ്റെ വക്കൽ നിന്ന് ഒരു സൽക്രമം കണ്ടാൽ അദ്ദഹ, അത് നന്നായിട്ട് പരിഗണിച്ച് എഴുതി വെക്കും. അത് വലിയ എണ്ണത്തിൽപ്പെടുത്തും. കണ്ടാ, കണക്കിലെടുക്കാന്നല്ലേ പറയില്ലേ, കണക്കിലെടുക്കലി. വഇൻ റആ മിൻക സയ്യിഅതൻ, പിന്നെ മോശമായത് കണ്ടു കഴിഞ്ഞാൽ സദ്ദഹ, അതെന്താക്കും, പരിഹരിക്കും. ഈ സുഹബ് മൻ ഇദാ ഖുൽത, നീ സുഹബത്ത് കെട്ടേണ്ടത് ഒരാളോടാണ്. എന്തുകൊണ്ട്, നീ ഇപ്പം എന്ത് പറഞ്ഞാൽ സദ്ദഖക, നിന്നെ ആളെന്താക്കും, സത്യമാക്കും. കാരണം നീ നേര് പറയും എന്നാണ് ഓരോ പ്രതീക്ഷ. അപ്പം എല്ലാം തസ്തിക്കാക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. മുമ്പ് പറഞ്ഞല്ലോ, നീ സംസാരിക്കുമ്പോൾ നേര് പറയുമ്പോൾ അങ്ങനൊന്നല്ല, നീ പറഞ്ഞ കളബാന്ന് പറയാൻ പാടില്ല. അവിടെ ഈമാൻ എന്ന് പറയുന്നത് എന്താ, നിർഭയമാക്കി എന്നാണല്ലോ ഭാഷാർത്ഥം. അമ്നി എന്താ ഇവിടെ നിർഭയമാക്കല്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ അംഗീകരിച്ചാൽ എന്താകും, തങ്ങളെ കളവാക്കപ്പെടൽ, തള്ളപ്പെടൽ എന്നതിനോട് നിർഭയമായി എന്നാണ്. അതാണ് ആയ തസ്തീക്കിന് ഈമാനിന് വരുന്നത്. അല്ലെങ്കിലോ പറഞ്ഞത് ഓൻ കളവ് പറഞ്ഞാന്ന് പൊള്ളു പറയുന്നവനാണ്, നുണ പറയുന്നവനാണെന്നല്ല അർത്ഥം കിട്ടിയത്. അതെ അതുണ്ട്. ഇനി വൈദാ ഹാബൽത അമ്രൻ, പിന്നെ നീ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അമ്മറക്കാന്ന്, മീമിന് ശ്രദ്ധയില്ലേ, ശ്രദ്ധ വേണം. നിന്നെ അമീറാക്കും, നിൻ്റെ നേതൃത്വത്തിലാവട്ടെ. നേതൃത്വം എനിക്കെന്ന് പറയാൻ പറ്റൂല. പ്രസിഡൻ്റ് ആരാന്ന് ഞാൻ തന്നെ, സെക്രട്ടറി ഞാൻ തന്നെ, ഖജാൻജിയോ ഞാൻ തന്നെ, കൊല്ലുവോ എല്ലാം ഞാൻ തന്നെ. അമീറാക്കി നിൻ്റെ നേതൃത്വത്തിലാക്കാന്ന്. ഇനിയോ വൈദാ തനാസഅതുമാ ഫീ ഷൈഇൻ, ഒരു കാര്യത്തിൽ എന്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട നീ എടുത്തോ ആസറക്കാം. അയാളെ സ്വന്തം അവകാശം വിട്ടിട്ട് എന്താക്കും, എനിക്ക് മുൻഗണന നൽകും. അപ്പോൾ ഹുസ്നുൽ എണ്ണിയില്ലേ, ഈ സാധനം എനിക്കാണെന്ന് പറയുമ്പോൾ എന്താക്കും, അത് എനിക്കിരിക്കട്ട്, അത് കിട്ടില്ല പയ്യൻ പറയുന്നുണ്ട്. അതല്ല ഫൈദാക്കൽ വാഹിദു എന്ന് അവാരിഫി പറഞ്ഞല്ല, ഫൈദാ സഫാലക്ക ഫീ സമാനിക്ക വാഹിദ്. ഒരാളെ ഇങ്ങനെ തെളിഞ്ഞ് കിട്ടിയെങ്കിൽ അത് നിധിയാണെന്ന് മനസ്സിലാക്കിക്കോ. പക്ഷെ ഫൈനദാക്കൽ വാഹിദ്, അങ്ങനത്തെ ഒരാൾ എവിടെയുള്ളത്? എല്ലാവർക്കും സുഖം ബുഖലെല്ലാം മതിയില്ലേ? ഇല്ല എന്ന് പറഞ്ഞുകൂടാ, ലോകത്തെവിടെയെല്ലാം ഉണ്ട്. നമ്മളെ കൂട്ടത്തിൽ തന്നെ പല ആളുണ്ട്. പിന്നെ എടുത്ത് മറിക്കുക. വക്കാന അബൂ സഈദിന് സൗരി റളിയല്ലാഹു അൻഹു പറയുന്ന ഇദാ അറത്താൻ തുആഖി അഖൻ, ഒരു സുഹൃത്തിനെ നീക്ക് അഹാക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു പരീക്ഷണം നടത്തണം. എന്താ വേണ്ടി, ഇപ്പോൾ അകലി ഭഗവാൻ ദേഷ്യം പിടിപ്പിക്കുക, കൽമ്പിറ്റെല്ലാം ദേഷ്യം പിടിപ്പിച്ചിട്ടും പോട്ടെ, എന്നിട്ട് എന്താക്കുക, ഒരാളെ അയക്കാം അങ്ങോട്ടേക്ക്. ഓൻ എന്നെപ്പറ്റി എന്ത് പറഞ്ഞു എന്ന് അറിയാൻ. ഓൻ്റെ അതിൽ നിന്നെപ്പറ്റി കുറ്റം പറഞ്ഞെങ്കിൽ എന്താക്കും, ശരിയാവില്ല. അതാ സുമ്മ ദസ്സ അലൈഹി മൻ യസ്അലുഹു അൻക്, നിന്നെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഒരാളെന്താക്കാം, എല്ലന ദസീസ് തിരികെ കയറ്റുക. എന്നിട്ടോ വാൻ അസ്റാറിക്ക, നിൻ്റെ അസ്റാറിനെ കുറിച്ച് ഫൈൻകാല ഖൈറൻ വകതമ സിർറക ഫസ്ഹബുഹൂൻ, അവൻ ഖൈറ് പറയുകയും നിൻ്റെ സിർറ് മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊക്കെ കൂടിക്കോന്ന് ഓൻ നല്ല ആളാന്ന് വെച്ചു. ഒരു പരീക്ഷണമാണ്. ഒമൻ അഫ്ഷ സിർറ ഇന്ദൽ ഖലബി ഫഹുവൽ ലഈം, ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ സിറും എല്ലാം എന്താക്കി പരസ്യപ്പെടുത്തുന്ന ആളാണെങ്കിൽ അയാൾ ലഈം എന്നാണ്, കുണം കെട്ടോനും എന്ന് പറഞ്ഞില്ലേ. അതാ വഖദ് ഖീല ഫീ ദാലിക്, അതിനൊരു ഖസീദ പറയുന്നുണ്ട്. വതറൽ കരീമ ഇദാ തസറമ വസ്ലുഹു യുഖ്ഫിൽ ഖബീഹ വയുദ്ഹിറുൽ ഇഹ്സാന, കരീമായ ആളെനിക്ക് കാണാമെന്ന് ഇതാ തസറമ വസുലുഹു, അവനുമായുള്ള ബന്ധം മുറിഞ്ഞുപോയി എന്ന് വെക്കാം.
എന്നാൽ അയാൾ എന്താക്കും? യുഹ്ഫിൽ കബീഹ, നിന്നിലുള്ള കബീഹെല്ലാം അയാൾ മറച്ചു വെക്കും. പിന്നെ ഇഹ്സാനെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇനി വതറൽ ലഈമ, കരീമിൻ്റെ ഓപ്പോസിറ്റാണ് ലഈം. ലഈമ ഇദാ തഖന്ന വസുലുഹു, അവൻ്റെ ബന്ധം അങ്ങ് അവസാനിച്ചാൽ യുഹ്ഫിൽ ജമീല, ജമീലെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് വയലുഹുൽ ബുഹ്താന, ഇല്ല കളവും ഇല്ലാത്ത എല്ലാം എന്താക്കും? വെളിപ്പെടും. നേരെ ഓപ്പോസിറ്റ്. ഇതാണ് കരീമും ലഈമും തമ്മിലുള്ള വ്യത്യാസം. വഖദ് ഖാല അലിയ അകഴിഞ്ഞില്ലേ? വഖദ് ഖാല അലിയൻ റളിയല്ലാഹു അൻഹു റജസൻ, റജസ് ഒരു പാട്ടിൻ്റെ അശലാണ്. ഇന്നാ ഖാകൽ ഹക്ക മൻ ഖാന മഅക് വമൻ യദുറു നഫ്സഹു ലി യൻഫഅക് വമൻ ഇദാ റൈബുസ് സമാനി സദ്ദഅക് ശത്തഅത ഫീഹി ശംലഹു ലി യജ്മഅക്. ഇന്ന ഖാകൽ ഹക്ക, നിൻ്റെ യഥാർത്ഥത്തിലുള്ള നിൻ്റെ സുഹൃത്താരാണ്? മൻഖാന മഅക്, നിൻ്റെ കൂടെയാണ്. ഇപ്പോൾ നിൻ്റെ കൂടെ തന്നെ കൂടി നിനക്ക് അനുകൂലമായിട്ട്. ഞാൻ ഇന്ന് വായിച്ചിരുന്നു ഒരു ഷെയ്ഖിൻ്റെ ഒരു കഥ. അതായത് മക്കത്തെ പള്ളിയിലെ ഇമാം എല്ലാ ഡ്യൂട്ടിയും അടുത്ത ഉത്തരവാദപ്പെട്ട പണിയെല്ലാവർക്കും ഓർക്ക്. നമ്മുടെ സുദേശിൻ്റെ മാതിരി ഇപ്പം എല്ലാ പണിയും അതിൻ്റെ ഉന്നത സ്ഥാനമല്ല. എന്നിട്ട് അതിനോട് കുറച്ച് മുസ്ലിയാക്കന്മാർക്ക് എന്താക്കി? അസൂയ തോന്നിയിട്ട് ഇയാളെ സ്ഥാനം ബഹിഷ്കരിക്കണം, സ്ഥാനഭ്രഷ്ടനാക്കണം. അതിനെന്താക്കണം? അയാൾക്ക് ജഹിലുണ്ടെന്ന് തെളിയിക്കുക, ഇയാൾ കൊള്ളൂലെന്ന് വരുത്താൻ. അങ്ങനെ രാജാവിനെ കൂട്ടി രാജാവ് എന്താക്കി? ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് എന്നാൽ പിന്നെ ഇവിടെ ഹജ്ജിന് വരുന്ന ആളും ഇപ്പം നാട്ടിലുള്ള ആളെല്ലാം സംഘടിപ്പിച്ചിട്ട് എന്താക്കുക? കുറേ ചോദ്യവലികൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് ഇരുത്തിയിട്ട് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്നിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അയാൾ ആലിമാന്നറിയും, ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലോ ജഹലുണ്ട്, സ്ഥാനഭ്രഷ്ടനാക്കണം എന്നതിലേക്ക് എത്തി. ഇത് മൂപ്പർക്ക് ഇവരും കിട്ടിയിട്ട് മൂപ്പർ ആകെ ബേജാറായി. ഇയാളുടെ ഒരു ഫളിഹത്താക്കാനുള്ള ഉദ്ദേശം. അപ്പോൾ ഓറെ കൂടെ ഉണ്ട് മൂസ. ആ മൂസ എന്ന് പറഞ്ഞ ആളെ ചരിത്രമാണ് നമ്മുടെ കഥാപുരുഷൻ. ഓറ് ഹജ്ജിന് വന്നാൽ എല്ലാ കൊല്ലം ഹജ്ജിനും വരും, ഇടക്കിടയ്ക്ക് ഉംറക്കും വരും. ഇമാമുമായിട്ട് വലിയ പരിചയമെന്ന് പറയും. അപ്പോൾ ഇമാമിനെ അവിടൊന്നും കാണുന്നില്ല. മൂപ്പർ ദുഃഖിതനായിട്ട് പൊരയിലിരിക്കുന്നു. അവിടെ പോയി ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംഗതിയുണ്ട്. അതിന് നല്ലൊരു പേരായിക്കൂടെ എന്താക്കല്? ഞാൻ ഓതാൻ വരുന്ന ആളങ്ങ ഒരു കിതാബ് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഓതാൻ വരുന്ന ആളായിട്ട് എന്താക്കും? ഞാൻ പറഞ്ഞ വിനയത്തിൽ ഇങ്ങനെ കഴിഞ്ഞൂട്ടിയിട്ട് നിങ്ങൾ ബൈക്കടാന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ മൂസ ബൈക്കടാന്നെല്ലാം പറയാം. അപ്പോൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ നീ മറുപടി പറഞ്ഞപ്പോൾ മൂപ്പർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ചോദ്യം വന്നപ്പോൾ അത് നമ്മളെ മൂസ പറഞ്ഞോളൂ, ഞാൻ പറയണ്ടെന്ന് പറഞ്ഞു. മൂപ്പർ മറുപടി കൊടുത്ത് തീർന്നപ്പം പറഞ്ഞു, ഇവിടെ ഓതുന്ന ചെറിയൊരു ചക്കിനെങ്കിലാണെങ്കിൽ ഇയാളെ അവസ്ഥ എന്തായിരിക്കും ഇപ്പം? ഇനി നമ്മൾ ചോദ്യം ചെയ്യുന്നേ ഇല്ല എന്ന് മട്ട് പോയി പോലെ കൂടുതൽ സ്ഥാനം കൊടുത്ത്. അതാ ചോറോൾമ്പതിനിടയ്ക്ക് ഞാൻ വായിച്ചെടുത്ത 3 ആളെ ചരിത്രം. നല്ല കിതാബത്. ഇപ്പം സംഗതി ഇരിഞ്ഞാ. അപ്പോൾ വമ്മൻ യദുറു നഫ്സഹു ലി യൻഫഅക, നിനക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ തടിയോളം ദുർറെ ബുദ്ധിമുട്ട് വരെ സഹിക്കും. എന്ത് സഹിച്ചിട്ടും എനിക്കൊരു ഉപകാരം ചെയ്യണം. വമൻ, അതുപോലെ ഇതാ റൈബുസമാനിസാബ്ദ, കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ നിന്നെന്താക്കി പിടികൂടി കഴിഞ്ഞാൽ ശത്തത്ത ഫീഹി ശംലഹു, അവൻ്റെ ശംലുണ്ടല്ലോ, എന്താ ജോലിയോ അതീതല്ലോ, അതെല്ലാം അത് ഇതാക്കിയിട്ട് ലിയജുമാക്ക, നിനക്കെന്താക്കണം ഒരുമിച്ച്. അപ്പോൾ ചുരുക്കത്തിൽ ഓൻ്റെ തടി മറന്നിട്ടെങ്കിലും നിന്നെ സലാമത്താക്കണം എന്നുള്ള ചുറ്റുപാടാണ് ഉള്ളത്. പിന്നെ എന്നെ പറഞ്ഞു അല്ല കുല്ലു അഹദിൻ, അതാ കുല്ലു അഹദിൻ യുറഫ് ബി ഖുറനാഇഹി, ഓരോരുത്തരും അറിയപ്പെടൽ അവൻ്റെ കൂട്ടുകാരാര് എന്നതിനെ കുറിച്ചാണ്. വയുൻസബു ഇലാ ഖുലതാഇഹി, അവൻ സഹകരിക്കുന്ന ആളെ നോക്കിയിട്ടാണ്. പണ്ട് മുമ്പ് ലലിൽ മർഇ ലാ തസ്അൽ നമ്മൊരു പാട്ട് മുമ്പതിന് ഹുബിയ അന്നഹു വഖഫൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖൗമിൻ്റെ അടുക്കൽ നിന്നിട്ട് ഫഖാല പറഞ്ഞെന്താണ്? അലാ ഉഖ്ബിറുക്കും ബി ഖൈരിക്കും മിൻ ശർരിക്കും, നിങ്ങളിൽ നിന്ന് ഖൈറായ ആളാര് ഷർറായ ആളാര് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖൈറുക്കും മൻ യുർജ ഖൈറുഹു വയുമൻ ശർറുഹു, ഖൈറായ ആളെന്ന് പറഞ്ഞാൽ ഇവൻ്റെ വക്കെന്ന് ഖൈറ് പ്രതീക്ഷിക്കാം, ഷർറൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ആമ്യമുണ്ട്. അയാളെ വക്കെന്ന് എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം, ഷർറൊട്ടുണ്ടായും ചെയ്യില്ല. എന്നാൽ അയാൾ ഖൈറായ ആളാണ്. പിന്നെ വഷർറുക്കും, ഇനി നേരെ പറഞ്ഞോ
ഷർറ് പ്രതീക്ഷിക്കണ ഹൈറൊട്ട് കാണുകയും ചെയ്യില്ല. തിരിച്ചു വെക്ക്. അത് ഷർറാണ്. അതാ ഷർറുക്കും മല്ലാ യുർജ ഖൈറുഹു വലാ യുമനു ഷർറുഹു. എന്നപ്പുറം അതിന് അസ്സാലിസത്ത് മൂന്നാമത്തെ കാര്യം അഞ്ജലി. അസ്സലാഹ് വേണം. സലാഹ് വേണം എന്ന് പറഞ്ഞാൽ തമ്മാടിയാകാൻ പാടില്ല എന്ന്. ഫലാ തസ്ഹബ് ഫാസിഖൻ മുസിറൻ അലാ മഅസിയത്തിൻ കബീറത്തിൻ. വങ്കുറ്റത്തിൻ്റെ മേലിൽ ഉറച്ചിരിക്കുന്ന ഫാസിഖിനോട് സ്വഹബത്ത് പറ്റൂല. അപ്പം എന്തെല്ലാം പറഞ്ഞ് കബീറത്ത് സഹായിപ്പം മാസൂമല്ലല്ലോ, സഹായിറായിരിക്കും വരാമല്ലോ. അപ്പോൾ അത് മൂപ്പർ കൂട്ടുന്നില്ല. അതുപോലെ തന്നെ ഒന്ന് സംഭവിച്ചിട്ട് തോബ ചെയ്ത് എല്ലാം കൂടെ ക്ലിയറാക്കി കഴിഞ്ഞാൽ അത് മുസിറാവില്ല. രണ്ട് ഷർത്ത്. ഇനി ലിഅന്ന മൻ യഖാഫുല്ലാഹ, അള്ളാനെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ ലാ യുസിറു അലാ കബീറത്തിൻ, വങ്കുറ്റത്തിൻ്റെ മേൽ അയാൾ ഉറച്ചിരിക്കൂലല്ലോ. വമൻ ലാ യഖാഫുല്ലാഹ, അപ്പോൾ അള്ളാനെ പേടിക്കാത്ത ആളാണെങ്കിലോ ലാ തുഅ്മനു ഗായിലതു, അവൻ്റെ ചതിയെ തൊട്ടിട്ട് നമുക്കൊരിക്കലും അന്നില്ല, എന്തും സംഭവിക്കാം. ബൽ യതഗയ്യറു ബിതഗയ്യുരിൽ അഗ്റാദ്, ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മാറുന്നതിനനുസരിച്ച് അവൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. സിനില്ലേ ഖാലല്ലാഹു അസ്സ വജല്ല ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടാ വലാ തുതിഇ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. തങ്ങൾ ഭയപ്പെടണ്ട എന്ന് വെച്ചാൽ തങ്ങളോടുള്ള മാത്രം കൽപ്പനയല്ല, അത് തങ്ങളെ പിടിച്ചിട്ട് എന്താക്കും മത്തനാമായ കൽപ്പന കൊടുക്കും. അത് ഉമ്മത്തിന് കിട്ടും. അങ്ങനെയല്ലേ? ഇപ്പോൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ആ സഹാബിക്ക് മാത്രമല്ലല്ലോ, അതൊരു വാസിത. നമ്മളെ ദിക്കിനെയും വിട്ടിട്ട് കൽബ് ഗഫലത്തിലായി കൽബതിലേക്ക് അടക്കാത്ത ഒരു കൂട്ടരെയും, അതുപോലെ തണിഹ വാക്ക് പിൻപറ്റുന്നവനും അവൻ്റെ കാര്യങ്ങളൊക്കെ എന്തെന്ന് ഒരു ലെവലില്ലാത്ത ഒരുത്തനാണെങ്കിൽ അതിനെ പിൻപറ്റാൻ നിൽക്കണ്ടെന്ന് മുത്തുനബിനോട് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഫാഹിദർ സുഹബത്തൽ ഫാസിഖ്, അതുകൊണ്ട് ഫാസിഖിൻ്റെ സുഹബത്ത് വളരെ സൂക്ഷിക്കണം. എന്താ ഫഇന്ന മുശാഹദത്തൽ ഫാസിഖി വൽ മഅസിയത്തി അലദ്ദവാമി, ഫാസിഖിനെ ദിവസേന കാണുന്നു, മാസിയത്തിനെയും കണ്ടുകൊടുക്കുമ്പോൾ എന്താക്കും അതിനോടുള്ള ഗൗരവ സ്വഭാവം നമ്മളെ മനസ്സിൽ നിന്ന് പോകുന്നവർ. പുതുതായി കാണുമ്പം അജബായിട്ട് പറയുന്ന ഒരു സാധനം എന്താകും, നിത്യേന കണ്ടു കഴിഞ്ഞാൽ അത് അജബെല്ലാം പോയി. നമ്മൾ പ്ലെയിൻ കണ്ടാൽ മാതിരിയാണ്. കുറച്ച് കൊല്ലം മുമ്പ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് ഒരു 3 ചിറകലുള്ള തലപ്പുറം ഹൈദരാബാദിൻ്റെ കോമ്പൗണ്ടിൽ നാട്ടുകാർ മുഴുവൻ തടിച്ചു കൂടിയിട്ട് കാണാൻ. ഇപ്പം ഇതിലെ കൂടെ എന്തെല്ലാം വിമാനം എത്ര എണ്ണം പോയി ആരെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ എന്താന്ന് ആദത്തായി മാറിയപ്പോൾ ഇതൊന്നുമല്ല. അപ്പം തുസീലും കൽബിക്ക് വക്കാൽ മാസിയത്തിൻ്റെ ആ ഗൗരവ സ്വഭാവം എന്താകും, കൽബിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. ഞാൻ ഉദാഹരണം പറയുന്നുണ്ട് അവർക്ക്. തുഹബ്ബിനു അലൈക അംറഹ, അത് നിസ്സാരമായി മാറും. അതാ വലിദാലിക, ഇതുകൊണ്ടാണ് ഹാന അലൽ ഖുലൂബി മാസിയത്തുൽ ഗീബത്തി, ഗീബത്തിൻ്റെ മാസിയത്തിൻ്റെ ഗൗരവ സ്വഭാവം എന്താക്കി ഇപ്പം എല്ലാവർക്കും അത് ആമായി മാറി, എപ്പോഴും കണ്ടുകൊണ്ട്. എപ്പോൾ ലിൽ ഫിഹിം ദഹ, അതിനോട് ഇണങ്ങിച്ചേർന്നു പോയി. എവിടെ യോഗം വിളിച്ചാൽ ഗീബത്തിലും നമീമത്തും ഇത് നാദിറുൻ ഹക്കൻ ഹുലുബ് മഹാഫലി അൻഹോബത്തിൻ എന്നല്ലേ അൽഫി പറഞ്ഞ് അല്ല അദ്കീലി. ഏതൊക്കെ യോഗം ചെന്നാൽ എന്തൊക്കെ ഗീബത്ത് പറയണോ, ആരെപ്പറ്റിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം, ആരെപ്പറ്റിയെങ്കിലും കതുഫ് പറയണമെന്ന് പറയും. പ്രസംഗ വേദിയിലെത്തി ഒരാളെപ്പറ്റി കതുഫ് പറയാനുണ്ടെന്ന്. എന്നിട്ട് ഞാനതൊക്കെയൊന്ന് അടിച്ച പക്കത്തെത്തിന് അനീഫി ഉണ്ടായിരുന്നു. ഖാതമം മിൻ ദഹബിൻ, പൊന്നിൻ്റെ മോതിരം കണ്ടാൽ എന്താക്കും, അയാൾ പൊന്നിനെ ഉരുട്ടെടുക്കുന്നു, ഇയാളുടെ പക്ഷേ എന്താ അയാൾ ഗീബത്ത് പറയുന്ന ആളെന്ന് പറച്ചിലേ ഇല്ല. യഥാർത്ഥത്തിൽ പൊന്നിൻ്റെ മോരോ ഇടുന്നാലും ഗീബത്ത് നോക്കിയാൽ എന്താ, ഇത് ഉരി വെച്ചാൽ തീർന്നില്ലേ, മറ്റവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണ്ടേ. ആ മൽബൂസം മിൻ ഹരീരിൻ, അല്ലെങ്കിൽ ഒരു പട്ടുവസ്ത്രം കണ്ട് അലാ ഫക്കീൻ ഒരു മൊയിലാറവയില്ലേ, എന്നാലോ ലാഷ്തൻകാറുമില്ല, നാട്ടിലെ കോളടക്കം തന്നെയായിരിക്കും. എന്നാൽ പുലാനും പിന്നെ പുലാൻ പൊന്നിൻ്റെ മൊയിലും ധരിച്ചിന് പോലും, പട്ടു വസ്ത്രം ധരിച്ചിന് പോലും. ഗീബത്ത് പറയുന്നുണ്ട് പോലും എന്നൊരു വിഷയമല്ല. എന്നാലോ വൽ ഗീബത്ത് അശബ്ദം ഇതാലിക്കാം, ഇവൻ പതിവാക്കിയ ഗീബത്ത് സ്വർണ്ണ മോതിരത്തിനാ ധരിക്കുന്നതിനേക്കാണ് കടുപ്പം കൂടിയില്ലേ. ഇനി അറാബിയത്ത് നാലാമത്തെ നോക്കേണ്ട എന്താണെന്നറിയോ, അൽ ഹിർസ്, ഇവനിക്ക് ബെറിയുണ്ടോന്ന്, പൈസ കൊതിയുന്നുണ്ടല്ലോ. പൈസ കിട്ടിയാൽ എന്തുവാകുന്നേ,
അതാ ഫലാ തസ്ഹബ് ഹരീസൻ അല ദുന്യാവിൻ്റെ മേലിൽ ബെറിയുള്ള ഒരാളോട് കൂടാൻ പാടില്ല. എന്തുകൊണ്ട്? സുഹബത്തുൽ ഹരീസ് അല ദുന്യാവിൻ്റെ മേലിൽ ബെറിയുള്ള ഒരാളെ സുഹബത്ത് സുമ്മുൻ ഖാതിലുൻ കൊന്നു കളയുന്ന വിഷമാണ്. എന്തുകൊണ്ട്? ലിയന്നത്തിബാ മജ്ബൂലത്തുൻ അല തശബ്ബുഹി വൽ ഇഖ്തിദാ. തശബ്ബുഹ് എന്ന് പറഞ്ഞാൽ വേറൊരാളോട് തശബ്ബുഹ തുടരലും അത് മനുഷ്യൻ്റെ തബിയത്തുണ്ടാവും. അപ്പോൾ ഈ ബെറിയൻ്റെ വക്കുന്ന എന്താക്കും എനിക്ക് ബെറി വരും. അപ്പം മുമ്പ് ഉള്ളതിനെ കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് സ്വഭാവം മാറിയിട്ടുണ്ടാവും, നേരം മറിക്കും. എന്താണ്? ബലി തബ യസരിക്കുമിന തബൈ. അത് പൊതുവേ എല്ലാവരും അംഗീകരിക്കപ്പെട്ടതാന്ന് സൂഫിയാക്കളെ പ്രത്യേകിച്ച് എടുക്കുന്നതാണ്. അത് തബ കട്ടെടുക്കുമെന്ന്. അത് നന്നാച്ചുണ്ടെങ്കിൽ ലേശം കുറച്ചിട്ട് തണുപ്പിക്കല്ലേ. അതെ അതെ അതെ. തബയിൽ നിന്ന് കട്ടെടുക്കും. മിൻ ഹൈസില്ലാത്ത അതിരി. അത് എനിക്ക് തിരിയുന്നുണ്ടാവില്ല. വേറെ ആളൊക്കെ ഒന്ന് കട്ടെടുത്തത് ഇത് കോപ്പി അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ മുജാലസത്തുൽ ഹരീസ്, ബെറിയനോട് മുജാലസ ചെയ്യ തസീദ് ഫീ ഹിർസിക്കുക, നിൻ്റെ ഹിർസ് വർദ്ധിപ്പിക്കും. എന്തുകൊണ്ട്? ഫീ നഫ്സിൽ ഒരു ഹിർസ് നേരത്തെ ഉണ്ടല്ലോ. അതെ, പ്ലസും കൂടെ വന്നു. അപ്പോൾ മുജാലസത്തു സാഹിദി എന്ന സുഹുദുള്ള ആളോട് മുജാലസ. സാഹിദ് എന്ന് പറഞ്ഞാൽ തുണിങ്ങിപ്പോൾ ലേങ്ങിയിട്ട് പച്ചക്കൊടലും പിടിച്ചിട്ട് വയനാട്ടിലേക്ക് പോകുന്ന ആൾ നർത്തം വെക്കല്ലേ. ദുന്യാവിനോട് വെറിയില്ലാത്ത ആൾ നിങ്ങോട്ട് വെച്ചേ. അല്ല, നമ്മൾ സുഹുദിനും തൗബക്കെല്ലാം പുതിയ പുതിയ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ തന്നെ ഡിക്ഷണറിയാണ്, എല്ലാത്തിനും ഉണ്ട്. തവക്കലുണ്ട്. തവക്കൽ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാണ്ട് കടന്നുറങ്ങുക, അലല്ലാഹി തവക്കലിന്. ഞാൻ ഇന്നലെ വിചാരിച്ചു പോയി എന്താന്ന് പണിയെടുക്കുന്നതിൻ്റെ ആദാബ് എന്താന്ന് അബ്ദുൽ ബാരിസ് എന്തെങ്കിലും കൂടെ പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും രാജിവെച്ചിട്ട് ഇതൊക്കെ ചൊല്ലി ഇരിക്കുമെന്നു. ആ പണിയെടുക്കുന്നതിൻ്റെ കോലിയുള്ള ഹരി മറ്റേ ഇത് ഹെയ വായിച്ചു നോക്കണോ? പക്ഷേ ഓതിച്ചടെ എത്തിക്കുക ഒരു ഭാവം മാത്രം തലത്തിൽ നിർക്കാൻ കഴിയും. അതെ അതെ, അതില്ലേ. അപ്പം തസീദ് ഫീ സുഹദിക്ക, നിൻ്റെ സുഹദിനത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ കൂട്ടുകൂടെ ഈ സുഹബത്താണ്. ഇപ്പം നക്ഷബന്ധിയെ തെരേക്കത്തുകാർക്ക് ഒരു ഔറാദും ഇല്ലല്ലോ. നമുക്ക് കഴിഞ്ഞാലോ ഒരു ചെറിയ കിതാബില്ലേ, ഒരു സ്പെറൽ ബാൻഡാക്കിയിട്ട് മാസൂമിൻ്റെ അതിൽ പറയുന്നതാ കൂടുതൽ ചെല്ലലും പാടില്ല. ഫർള് നിസ്കാരം അതിൻ്റെ റവാത്തി പോയിച്ചിട്ട് വേറെ ചെല്ലലും പാടില്ലൊന്നുമില്ല. പിന്നെന്താന്ന് മൊത്തത്തിൽ യാദാബ് പാലിച്ചുകൊണ്ടുള്ള സുഹബത്ത് മാത്രമാണ്. മാലയിച്ചു എവിടെയാണ് അതേപോലെ പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും ചെല്ലലും പാടൊന്നുമില്ല. ബംഗ്ലാദേശിലെ ശേഖരെ പറ്റി നമ്മൾ തങ്ങൾ പറയലുണ്ട്, മൊബൈലിൽ കാണിച്ചാൽ നാടെന്താ ചെല്ലൽപ്പാ ഓരോ റാത്തിയും ഒന്നുമില്ല. നിസ്കാരം അല്ലെങ്കിൽ ഞാൻ ഇരുന്നിട്ട് ശേഖർ കസേര വരുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നും മുണ്ടൊന്നുമില്ല, പറയുന്നുമില്ല, സംസാരിക്കുന്നു. അതേ ഇത് എല്ലാം അത് ശേഖർ ചെല്ലുന്നുണ്ടാകുമായിരിക്കും. കാരണം ചെല്ലുന്നത് എന്താണെന്ന് കാണൂലല്ലോ. നമ്മൾ സെറന്തി പോയി നമ്മളെ ആൾക്കാരുണ്ടായിന് നിങ്ങളുണ്ടായിനാ സെറന്തി പോയാലോ ആരുള്ള ഞമ്മേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. ബഹുർ ജമാഅത്തിന് പോയി പകന്ന് പള്ളിയിൽ നിന്ന് കുറച്ച് ആളുണ്ടെന്ന് ഒന്നും കൊണ്ടില്ല. ചപ്പ് വീടാക്കി വെക്കും. സലാം ചെല്ലുന്ന ഒരു ഒച്ച ഇല്ലാതെ വേറൊന്നും ഒരു കലാമുമില്ല. അത് നിങ്ങളവിടെ വന്നിട്ട് അങ്ങോട്ട് പോയി മക്കാമി ചെന്നാലോ അപ്പോൾ ഹഫിയായിട്ട് എന്താക്കുന്നത് യാസീനാക്കുന്നു. അല്ല സലാത്ത് എന്തോ ചെല്ലുന്നുണ്ട്, ദ്വാരമീനാക്കിയിട്ട് ഒന്നുമില്ല. കാണുന്നാക്കുന്നുണ്ട് വത്തറൽ ജിമാലിൽ ഈ ക്ലോക്ക് മറ്റേ മണിക്കൂർ സൂചന മതിയാണ്. നടക്കുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷെ നടക്കുന്നുമുണ്ട്. സെക്കൻഡ് സൂചി ഇങ്ങനെ പായുന്നുണ്ടല്ല, പക്ഷെ മൂപ്പറാൾ നിർത്തല്ലേ. പക്ഷെ നടന്നാലോ വലിയ ക്വാണ്ടിറ്റി നടന്നിട്ടുണ്ട്. ഇത് സെക്കൻഡാണ് നടന്നത്, മറ്റേത് മണിക്കൂറാണ്. സെക്കൻഡ് മിനിറ്റ് മണിക്കൂറല്ലേ മറ്റേ നടന്നത്. പണ്ട് ജുനൈദ് റളിയല്ലാഹുവിനോട് ചോദിച്ചല്ലോ, നീയൊക്കെ പണ്ടത്തെ ഒന്നും കാണാത്തതെന്ന്. വതറൽ ജിബാല തഹ്സബുഹ ജാമിദ വഹിയ തമുറു മർറ സഹാബ്. പർവ്വതം കണ്ടാൽ അത് നിശ്ചലമാണെന്നല്ല എനിക്ക് തോന്നുന്നു, പക്ഷെ അത് മേഘം നടക്കുമ്പോൾ നടക്കുന്നു എനിക്ക് തിന്നിട്ടുണ്ടാ. പുഴയിലേക്ക് കയറിയ കുറേ അങ്ങ് മുകളിൽ കഴിഞ്ഞാൽ ഈ പുഴയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. 1500 സ്പീഡിൽ പോകുന്നുണ്ട്, നമുക്ക് തിരിയുന്നില്ല.
അപ്പുറം ഇപ്പുറം നോക്കി. അപ്പം അത് വയ്ക്കും. സുഹൃദ് എന്ന് പറഞ്ഞാൽ തർക്കുൽ ഹലാലി മിനദ് ദുന്യ, ദുന്യാവിൽ നിന്ന് ഹലാൽ ഒഴിവാക്കൽ എന്ന് പറഞ്ഞാലോ അമിതമായത് ഒഴിവാക്കൽ. ഹറാം ഒഴിവാക്കണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, അത് ഫരീലത്തല്ലേ, ഫളായിലല്ല. പിന്നെ ഫഅലൈക നമ്മുടെ മത്തിനെത്തിയ അത് തീർന്ന്. അൽ ഖാമിസത്തു സിദ്ഖ്. അപ്പം കള്ളത്തരം പറ്റൂല, അമാനത്തോണെന്ന് പറയുന്നു. ഏതിപ്പോൾ അത് നേരത്തെ വായിച്ച് കഴിഞ്ഞ്. ഹലാല് തന്നെ അമിതമായത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ തീർന്ന്. ദുന്യാവിൽ ഹലാലുണ്ട് ഹറാമുണ്ട്. ഹറാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഫളായില് പറയാനല്ലല്ലോ, അതവൻ്റെ കടപ്പാടല്ല. കക്കരത് പോക്കറ്റ് അടിക്കരുതെന്ന് പറയണ്ടില്ലല്ലോ, അത് ശരിയത്താണ്. ഹലാല് തന്നെ അമിതമായിട്ടുള്ളത് ഒഴിവാക്കലാണ് ഏത് ഫളായിലിൽ വരിക, തരീഖത്തിൻ്റെ ഫളായിലിൽ. അന്നു ചോദിക്കും ശരീഅത്തും തന്നെ, അത് പിന്നെ ആദ്യം പോയി വിശദീകരിക്കാൻ കഴിയും. നമ്മളെ മറ്റേ ഇതെടുത്ത് നോക്ക്, പറഞ്ഞ് തഴഞ്ഞുപോയി. ഏതായാലും അഞ്ചാമത്തേത് സിദ്ഖ്. ഫലാ തസ്ഹബ് കദ്ദാബൻ, കളവ് പറയുന്ന ആളോട് സുഹബത്ത് കിട്ടാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഫഇന്നക മിൻഹു അലാ ഖുറൂർ, നീ അവൻ്റെ പേരിൽ നീ ചതിപ്പെട്ടു പോകും. വഹുവ മിസ്ലു സറാബ്, സറാബ് ഇതാന്ന് മരീചിക എന്ന് പറയും. വെയിലത്ത് നടക്കുമ്പോൾ അങ്ങ് വെള്ളം തോന്നും, പക്ഷെ കണ്ടതല്ലാണ്ട് ഉണ്ടാവില്ലേ. അള്ളാഹ് പറഞ്ഞില്ലേ അവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ചെയ്യാന്ന്. ആ സറാബാന്ന്. യുഖദ്ദിബു മിൻകൽ ബഈദ വയുബഇദു മിൻകൽ ഖരീബ്, എന്നുവെച്ചാൽ മിഥ്യയായത് തോന്നിപ്പിക്കും. അപ്പോൾ കളവ് കൊണ്ട് എന്താക്കുക, ലോകം തന്നെ അട്ടിമറിക്കാനാണ്. വലഅല്ലക തഅദമു ഇജ്തിമാ ഹാദിഹിൽ ഖിസാൽ, ഈ പറയപ്പെട്ട 5 കാര്യങ്ങൾ ഒരുമിച്ച് കൂടൽ ഇല്ല. ലാലിട്ടിട്ടാണ് പറയുന്നത്, അതൊത്ത് കിട്ടൂല. അവിടെ ഫി സുക്കാനിൽ മദാരിസി വൽ മജാലിസി വൽ മസാജിദ്, മദ്രസയിൽ താമസിച്ചാൽ നിരക്കുള്ള, മജ്ലിസിലായ നിരക്കുള്ള, സംഘടനയിലായ നിരക്കുള്ള, പള്ളിയിലായ നിരക്കുള്ള ഈ 5 എണ്ണം ഒത്തത് കിട്ടേ ചെയ്യൂല എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനെന്ത് ചെയ്യണം ശൈഖേ, തങ്ങളെ പൊറുവായിട്ട് ഫഅലൈക ബിഅഹദി അംറൈനി, രണ്ടാലൊരു കാര്യം നീ ശരിയാ. ഇമ്മൽ ഉസ്ലത്തു വൽ ഇൻഫിറാദ്, ഒന്നിക്കൽ ആരുടെ കൂടെ കൂടി കൊണ്ട് ഒറ്റക്ക് അങ്ങോട്ട് താമസിക്കും, ഒന്നും വേണ്ട. ഫഫിഹ സലാമത്തുക്, ആ ഇൻഫിറാദിലും ഉസ്ലത്തിലും എന്തുണ്ട്, സലാമത്തുണ്ട്. അന്ന് ചോദിക്കുക എല്ലാ കാര്യത്തിലും അങ്ങനെ ആക്കാൻ കഴിയപ്പോൾ ഒരു മനുഷ്യനെ സഹകരിക്കേണ്ടതുണ്ടാവില്ലേ. എന്നാൽ പിന്നെ ആ ലറൂറത്തിൻ്റെ കതിര മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താക്കുക, വേദന വരുമ്പോൾ മാത്രം പെനോടോട് തോന്നും പോലെ. അത് അപ്പുറം ഉദാഹരണം പറയും. എപ്പോഴും കഴിക്കേണ്ട സാധനമുണ്ട്, വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, എപ്പം വേണ്ടതാണ്. എപ്പോഴെങ്കിലും കുഴങ്ങും എടുക്കേണ്ടതാണ് മരുന്ന് കുടിക്കല് എന്ന് പറഞ്ഞ മാതിരി ഉദാഹരണം പറയും. അപ്പോൾ ഒരു കാര്യം എന്ത് പറഞ്ഞ്, ഒന്നിക്ക് ഒറ്റക്ക് നിൽക്കാം. വഇമ്മ അന്തകോന മുഖാലത്തുക മാഷുറക്കായിക്ക, അല്ല നിൻ്റെ ശരീക്കന്മാരോടുള്ള കൂടിക്കലരലി ബി ഖദരിൻ സാലിഹിൻ ഹിസാലിഹിം, അവരിൽ നിന്ന് എത്തിക്കുന്ന ഈ 5 കാര്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൻ്റെ കഥനനുസരിച്ചിട്ട്. അല്ലെങ്കിൽ പറഞ്ഞേക്കാൻ സംഗതി നടക്കൂല. എന്താ കിട്ടിയത് അതിൽ. എന്നിട്ടോ വദാലിക്ക, അതെങ്ങനെ ബി അൻ തഅലമ അന്നൽ ഇഖ്വത സലാസത്തുൻ, ഇഖ്വത്ത് 3 ഉണ്ട് എന്ന് വിചാരിക്കും. എന്താണ്? അഖുല്ലി ആഖിറത്തിക്ക്, ആഖിറത്തിലേക്കുള്ള ഒരു സുഹൃത്ത്. എന്നാലോ ഫലാ തുറായി ഫീഹില്ല ദീൻ, ഓനിക്ക് ദീനുണ്ടോ എന്ന് നോക്കിയാൽ മതി, അതിന് മാത്രം സഹകരിക്കുക. കൃത്യം നിഷ്കരിക്കുന്നുണ്ടോ, ജമാഅത്തിന് പോകുന്നുണ്ടോ, രാവിലെ എണീക്കുന്നുണ്ടോ, ഇതൊക്കെ തന്നെ, വേറെ ഒന്നും നോക്കണ്ട. ഇനിയോ വാഹുല്ലി ദുന്യാക്ക, ദുന്യാവിലുള്ള അഹ്, എന്നാൽ ഫലാ തുറായി ഫീഹില്ലൽ ഖുലുഖുൽ ഹസൻ, നല്ല ഖുലുഖേ നോക്കണ്ടുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, ദേഷ്യം പിടിച്ചാൽ ഓനിക്ക് ഓനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, വിരാന്തനാകലാന്ന്. വിവാഹുല്ലി തസ്തനിസ ബിഹി, ഓനെ കൊണ്ട് നേരം പോക്കാകാനുള്ള അഹം. എന്നാൽ ഫലാ തുറായി ഫിഹി ഇല്ല സലാമത്ത മിൻ ഖുബ്സിഹി വശർദിഹി, ഓൻ്റെ ഷെറും ഓൻ്റെ ഖുബ്സും എനിക്ക് പകരല്ലത്തോട്ട് സലാമത്താകാൻ മാത്രമേ നോക്കണ്ടു. നീ അറക്കൂടിയിട്ട് കൊടുക്കാൻ പാടില്ല. പണ്ട് മരം വലിച്ചെടുക്കാൻ പോയിട്ട് ക്രൈം വീണുപോയ സംഭവം ഞാൻ പറയില്ലേ. ഇത് കൊണ്ടിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ക്രെയിനാണ് വീണത്.
അത് പക്ഷെ അത് ഇവനിക്ക് കൂവത്തുണ്ടെങ്കിൽ നടക്കും. വന്നാസു സലാസത്തുൻ, അതാ ജനങ്ങൾ 3 തരമുണ്ട്. അഹദുഹും മസലുഹു മസലുൽ ഗിദായി, ഒന്നിനെ പറ്റി ഭക്ഷണം പോലെ കണക്കാക്കുക. ലാ ഇസ്തഗ്നാൻ, അത് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ഭക്ഷണം, വെള്ളം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അങ്ങനെയുള്ളൊരു കുറച്ച് കൂട്ടരുണ്ട്. പിന്നെ വൽ ആഹറു, മറ്റൊന്നോ മസലുഹു മസലുദ്ദവാ, മരുന്നിൻ്റെ മാതിരിയാണ്. അതേടാ യുഹത്താജു ലഫി വക്കത്തിൻ ദൂന വക്കത്തിൻ, ഒരു വക്കത്തിൽ ആവശ്യമാകും മറ്റൊരു വക്കത്തിൽ വേണ്ട. ഈ പെനോഡോളും മറ്റെല്ലാം വാങ്ങി ദസ്സം തോന്നുന്ന പരിപാടി ഉണ്ടാകും. നിങ്ങൾ ആവശ്യത്തിനെടുക്കാമെന്നല്ലാണ്ട്. പിന്നെ ഏതാ വസ്സാലിസ്, മൂന്നാമത്തേത് മസലുഹു മസലുദ്ദായി, രോഗം. അതൊന്നും ലാ യഹ്താജു ലി, കത്ത് തീരെ വേണ്ടാത്തത്. ഇതേമാതിരി ജനങ്ങളെന്നുണ്ട് 3 തരക്കാരുണ്ട്. തീരെ പറ്റാത്ത ആളുണ്ട്, അത്യാവശ്യത്തിന് ബന്ധപ്പെടണം. എന്താന്ന് ഇവിടെ കറണ്ട് പോയി എന്നാൽ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് പോയി പണിങ്ങിച്ചിട്ട് അങ്ങനെ വിട്ടത്തും. ഓൻ്റെ കയറും നോക്കില്ല, ചെറും നോക്കില്ല, നമ്മൾ ആവശ്യം കഴിഞ്ഞ്. ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ മാതിരി റൂമിൽ നോക്കി താമസിക്കണം, ജോലിക്ക് പണിക്ക് പോകണം, അതാക്കണം ഇതാക്കണം, അത് ഭക്ഷണം പോലെ. വഖദ് ഖീല മുസാഹബത്തുൽ അശ്റാർ ഖതറുൻ, ഷർറിൻ്റെ ആളുകളോട് കൂട്ടൽ വലിയ അബദ്ധം അല്ലേ. വമ്മൻ സാഹബഹും ഫഖദ് ബാലഗ ഫിൽ ഖറർ, അവരോട് കൂട്ടുകൂടിയാൽ എന്താക്കി, ചതിയിൽ, അവൻ്റെ ഖുറൂറിൽ അവൻ അങ്ങേയറ്റത്തിപ്പോയി. വൈന്നമാ മസലുഹു കമസൽ റാക്കിബിൽ ബഹർ, സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഉദാഹരണമാണ്. എന്തുകൊണ്ട്, കപ്പൽ എങ്ങനെയെങ്കിലും പൊളിയാതെ തകരാതെ രക്ഷപ്പെട്ടങ്ങ് എത്തിയാലും പോകുമ്പം ടെൻഷൻ ഒയ്യൂല. ഇതെവിടെ എത്തും, എന്താകുമെന്ന് കണ്ടാ. അപ്പോൾ ഈ സലിമ ബി വദനിഹി മിനത്തലഫി, നാശനഷ്ടത്തിനെ തൊട്ട് രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ തന്നെയും ലം യുസ്ലം കൽബുഹു മിനൽ ഹദർ, മനസ്സിൽ ഹദർ, തിരമാലിങ്ങനെ വരുന്നിടത് ആ മല പോലെ വരുന്ന എന്താവും അടിച്ച് തകർക്കോ, എന്താവും എങ്ങനെയോ എത്തിപ്പോയി. അപ്പോൾ ചുരുക്കത്തിൽ മനസ്സ് ഫ്രീ ആയ ഒരു സമയം കിട്ടൂല ഈ ബന്ധം അടുത്തേക്ക് എത്തുന്നുള്ളത്. വലാക്കിന്നൽ അബ്ദ ഖദ് യുബ്തലാ ബിഹി, അപ്പം എന്താകുന്നറിയോ, ഇവനെ കൊണ്ട് ബലാക്കപ്പെടും. ഇനി ഈ ഉണ്ടല്ലോ, ഒരിക്കലും ആവശ്യമില്ല എന്ന് വെച്ചാലും, എന്നാൽ അത് ഉപകാരത്തിനാക്കണം. അങ്ങനെ നമ്മൾ ഓനോട് എന്താ വിമർശിക്കാൻ കാണുന്നത് അത് നമ്മൾ ചെയ്യാണ്ടിരിക്കുക, അതിനൊരു ഉപകാരം എത്തി. അയാൾ ദാഹ് പോലെ വർജിക്കേണ്ട ആളല്ലേ. നിങ്ങൾ എന്തിനാ വർജിക്കുന്ന ഓനിക്കെന്താ എനിക്ക് ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടപ്പെടാത്തത് നീ ചെയ്യാതിരിക്കുക, എന്നാൽ നീ ശുദ്ധനായി ഇങ്ങനെ ഓനെ കണ്ടോണ്ട് ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായിട്ടാ തോന്നുന്നു. അതാ അത് ബഹുവല്ലതീ ലാ ഉൻസ ഫീഹി വലാ നഫ്അമഹു, ഉൻസും ഉണ്ടാവില്ല നഫ്ഉം ഉണ്ടാവില്ല ആഖിറത്തിനും പറ്റും. അപ്പോൾ തജിബു മുദാറാത്തുഹു, അവിടെ നിന്നാക്കണം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊണ്ടുപോകണം. മുദാറാത്ത് പിന്നെ ഇതൽ ഖലാസിമിന് രക്ഷപ്പെടുന്നവരെ സഹിച്ചിട്ട് കൊണ്ടുപോവുക. അതാ വഫി മുഷാഹദത്തിഹി ഫായിദത്തുൻ അദീമ, അവനെ കാണുന്നതിലൊരു ഫായിദ ഉണ്ട്. എന്താ അത്, ഈ മുഫിഖ്ത ലഹ, ആ മുഷാഹദത്തിന് എനിക്ക് തോഫീക്ക് കിട്ടിയെങ്കിൽ, അത് ഉപകാരം എടുക്കാൻ കഴിഞ്ഞെങ്കിൽ, വഹുവ അൻ തുഷാഹിദ മിൻ ഖബായിസിഹി വ അഹ്വാലിഹി, അവൻ്റെ മോശവും അവൻ്റെ അഹ്വാലും നീ കാണും. കാണുമ്പം മാ തസ്തഖ്ബിഹു, നീക്ക് പിടിക്കാത്തത് എന്താക്കണം, പത്തജിത്തനിബുഹു, നീ എന്താക്കണം, നീ ജീവിതത്തിൽ അങ്ങോട്ട് ഒഴിവാക്കിയ. അപ്പം നിൻ്റെ ദോഷങ്ങൾ ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ കാഴ്ച, ആ ഓനിൽ അതുണ്ടോ എന്നിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതാ ഫസ്റ്റ് സഈദ് മംബുഇള ബിഗൈരിഹി, സഈദായ മനുഷ്യരേതാ മറ്റൊരാളെ കൊണ്ട് വയല് കിട്ടിയാളാണ്. വൽ മോമിന് മിർആത്തുൽ മോമിനി എന്ന് പറയും, മോമിൻ കണ്ണാടിയാണ്. വക്കീല ഈസ അലാ നബിയിന അലൈഹി സ്വലാത്തു വസ്സലാം, അന്നൊക്കെ സലാം പറഞ്ഞാന്ന് നമ്മളെ നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്ദബക, നിങ്ങളാ ഇങ്ങനെ അദബ് പഠിപ്പിച്ചത് ആരെന്ന്. ഫഖാല മാ അദ്ദബനി അഹദുൻ, എനിക്കാരും അദബ് പഠിപ്പിച്ചിട്ടില്ല. വലാകിൻ റഅയ്തു ജഹ്ലൽ ജാഹിൽ, ജാഹിലിൻ്റെ ജഹല് ഞാൻ കണ്ടപ്പോൾ പതന തജന്നു, ആ ജഹൽ ഞാൻ ഒഴിവാക്കി. അപ്പം എനിക്ക് ജഹൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഓനെപ്പോലെ ആവരുത് എന്നല്ലേ പറയുന്നു. വലക്കത് സദക്ക, അതാ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ എന്തൊരു കരറ്റാന്നാണ് ഉപ്പർ പറയുന്നു. അതാ അലാ നബിയ്യന വ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ അലൈഹി സ്വലാം പറഞ്ഞ വളരെ കരറ്റ്. എന്താ, ഫലബിജ്തനബന്നാസു മാ യക്റഹൂനഹു മിൻ ഗൈരിഹിം, മറ്റുള്ളവരുടെ വക്കൽ നിന്ന് ഇവൻ വെറുക്കുന്ന കാര്യം ഇവൻ സ്വയം ഒഴിവാക്കിയാലുണ്ടല്ലോ,
തക്കമ്മലത്ത് ആദാബുഹും, ആദാബ് അവിടെ പൂർത്തിയായി. ലക്കമുലത്ത് ആദാബുഹും വസ്തഗ്നു അനിൽ, പിന്നെ മുഅദ്ദിബൊന്നും വേണ്ട. അതാ അതാലിമാ പറഞ്ഞത്. ഷെയ്ഖിനെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനത്തെ ഷെയ്ഖ് കട കിട്ടരുന്നു. അതിന് ഷെയ്ഖില്ലെങ്കിൽ വേറെ വയ്യില്ല, വേറെ വഴി നോക്കണം. എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞത് എന്താ, നിങ്ങൾ കുറേ ആൾ സഹകരിക്കാം, എൻ്റെ അടുത്ത് എന്തെങ്കിലും കുറ്റുണ്ടെങ്കിൽ നീ എനിക്ക് പറഞ്ഞു തന്നെയായിരുന്നു. അതുണ്ട് ഇതുണ്ടെന്ന് കൂടെ പരസ്പരം പറഞ്ഞാൽ അത് തൃപ്തിയോട് കൂടി സ്വീകരിക്കുക, തിരുത്താനൊരുങ്ങുക. പിന്നെ അതിനെ ഷെയ്ഖ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക. മറ്റൊന്നെന്താ പറഞ്ഞാൽ, നീ ജനങ്ങളുടെ ഇടയിൽ പോയി നോക്കുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ അത് എന്നിലുണ്ടോ നോക്കുക. അന്നേരം എന്നിൽ ഉണ്ട് നൂറ് വന്നില്ലേ, അത് വർദ്ധിച്ചേക്കാം. എന്നാൽ നീ സ്വയം ശ്രദ്ധിച്ചേ. 2-3 ബോംബൈ വന്നിട്ടുണ്ട് ഹെയ്യലി. അൽ വലീഫത്തു സ്ഥാനിയത് 2 വലീഫ ഉണ്ടെന്ന് നേരത്തെ വലീഫത്താനി പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ വലീഫ എന്താണ്? ഇതെല്ലാം പാലിച്ചില്ലേ, നമ്മൾ ചത്തല്ലൊത്തല്ലോ. ഇനി എന്ത് വേണം? കൂട്ടുകൂടിയാൽ സുഹബത്തിൻ്റെ ഹക്ക് പാലിക്കലാന്ന്. ഇനി ഏതാണ്? ഇപ്പം മഹമ്മൻ ഞങ്ങൾക്കകത്ത് ഷിർക്ക, ആ പരസ്പരമുള്ള ബന്ധം ഷിർക്കത്ത്, അത് ഉറച്ച് വൻതളമത്ത് ബൈനയതൈ ബൈനക്ക, നിൻ്റെ ഇടയിൽ അത് ഉറവയൊത്ത് വന്ന് ബൈന ശരീക്ക്, നിൻ്റെ ശരീക്കിൻ്റെ ഇടയിൽ സുഹബത്തൊത്ത് വന്നു. ഒരു കമ്പനിയിലോ ഓതാൻ പോകുമ്പോഴോ റൂമിലോ എന്തോ ആവട്ടെ. ഫഅലൈക ഹുഖൂഖുൻ, അപ്പം നിൻ്റെ മേൽ കുറേ കടപ്പാടുണ്ട്. യൂജിബുഹ അഖദ് സുഹബ, സുഹബത്താകുന്ന അഖദ് അത് എനിക്ക് വാജിബാക്കി തന്നിട്ടുണ്ട്. അത് ഓരോരുത്തരും പാലിക്കാൻ തീരുമാനിക്കുക. വഫിൽ ഖിയാമി ബിഹ ആദാബുൻ, അപ്പോൾ ആ സുഹബത്ത് കൊണ്ട് നിലനിൽക്കണമെങ്കിൽ കുറേ ആദാബ് പാലിക്കാനുണ്ട്. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ അഖബൈനി മസലുൽ യദൈനി, 2 സുഹൃത്തുക്കളുടെ ഉദാഹരണം 2 കൈപോലെയാണ്. തഹസിൻ ഇന്നഹമൽ ഉഖ്റ, ഒന്നിന് കച്ചറായ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ അരച്ചിട്ട് പോകും. അപ്പോൾ പരസ്പരം സഹകരിച്ചു. വദഖല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചു അജമത്തൻ, ഒരു കുറ്റിക്കാടിൽ. ഫജ്തന മിൻഹാ സിവാക്കൈനി, അതിൽ നിന്ന് 2 മിസ്വാക്ക് പറിച്ചെടുത്ത്. അഹദുഹുമാ മുഅവ്വജൻ, ഒന്നിന് വളവുണ്ട്, വല്ലാഖിറു മുസ്തഖീമുൻ, മറ്റു നേരെയുള്ളത്. വക്കാന മഅഹു ബഅദു അസ്ഹാബിഹി റളിയല്ലാഹു അൻഹുൽപ്പെട്ട ചിലർ തങ്ങളെ കൂടെ ഉണ്ട്. ഫഅതാഹുൽ മുസ്തഖീമ, വളവില്ലാത്തത് ഓർക്ക് കൊടുത്ത് ആ സഹാബിക്ക്. വംസക ലിനഫ്സിഹിൽ മുഅവ്വജ, വളവുള്ളത് തങ്ങളെ കയ്യിലും വെച്ച്. എന്തിന്? മറ്റേ മുസ്തഖീമായത് ആ സഹാബിക്ക് കൊടുത്ത്. അപ്പോൾ ഫക്കാല, ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് അന്ത കുന്ത അഹഖ ബിൽ മുസ്തഖീം, വളവില്ലാത്ത മുസ്തഖീമിനല്ലേ തങ്ങൾക്ക് കൂടുതൽ അഭാഷം, പിന്നെ എന്നേക്കാട് എനിക്കല്ലല്ലോ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ സാഹിബിൻ യസ്ഹബു സാഹിബൻ വലൗ സാഅത്തൻ മിൻ നഹാരിൻ, ഏതൊരു സാഹിബ് ഒരു സാഹിബിനോട് കൂടി പകലിൽപ്പെട്ട ഒരു സായത്തെങ്കിലും ഇല്ലാ വസുഇലാൻ സുഹബത്തിഹി, അവൻ്റെ സുഹബത്തിൽ എന്തുണ്ടായെന്ന് ചോദിക്കപ്പെടാണ്ട് ഉണ്ടാവില്ല. ഹൽ അഖാമ ഫിഹ ഹഖല്ലാഹി തആല, അതിൽ അള്ളാഹുവിൻ്റെ ഹക്ക് പാലിച്ചിട്ടുണ്ടോ, അള്ളാഹു അല്ല ആ ഹക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടാണ്ട് നിൽക്കൂല. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. വളഞ്ഞത് കൊടുത്തോ അതല്ല ഇവിടെ ചർച്ചയല്ല, അത് ഒരു സംഭവം പറഞ്ഞത്. ഇനി വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്തഹബ അസ്നാനി ഖത്തു ഇല്ലാ വകാന അഹബ്ബുഹുമാ ഇലല്ലാഹി അർഫഖഹുമാ ബിസ്വാഹിബിഹി, 2 ആൾ കൂട്ടുകൂടി, എന്നാൽ മറ്റേ സുഹൃത്തിന് ഏറ്റവും റിഫ്ഖ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാളാണ് അവളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൾ. അപ്പോൾ അതിനെന്താകും? ഓരോരുത്തർ മത്സരിക്കും. ആരാ സഹാം കൊണ്ട് തുടങ്ങണ്ടി എന്ന് പറഞ്ഞ മാതിരിയായി. അതുകൊണ്ട് ആ സുഹബത്തിൻ്റെ ആദാബ് പാലിക്കലാണ്. 1 ആദാബ് സുഹബത്ത് അൽ ഈസാറു ബിൽ മാൽ, പണം കൊണ്ടെന്താക്കൽ ഈസാർ ചെയ്യൽ. എന്നുവെച്ചാൽ എല്ലാവർക്കും പണം കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്താനും പണം ഉണ്ടായിക്കൊന്നു. അതാ ഫഇല്ലം യകുൻ ഹാദ, അങ്ങനെ പണം കൊടുക്കലില്ലെങ്കിലോ ഫവജബുൽ ഫദ്ല മിനൽ മാലി ഇൻദൽ ഹാജ, ഇവൻ്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചവുമുണ്ട്, മറ്റോനിക്ക് ഹാജത്തുണ്ടെങ്കിൽ കൊടുത്തോ. എന്നാൽ പിന്നെ അതിനൊരു പടി ഇറങ്ങിയില്ലേ. എപ്പോഴും പൈസ കൊടുത്താൻ കഴിയില്ലല്ല. പിന്നുണ്ടല്ലോ. ഇനി 2 വൽ ഇആനത്തു ബിന്നഫ്സി ഫിൽ ഹാജാത്ത്, ഹാജത്തിൻ്റെ നേരത്തെ തടി കൊണ്ട് സഹായിക്കൽ. ബി കുവ്വത്തി എന്ന് പറഞ്ഞില്ലേ, പൈസ ഉണ്ടാക്കട്ടെ എന്ന് ആരോട് ചോദിച്ചു? ദുൽഖർനൈനോട് ചോദിച്ചപ്പോൾ മന്നെന്നാ അതിന് മുമ്പുണ്ടല്ലോ
അല്ല ഖറജൻ അലാൻ തജഅല ബൈനനാ ബൈനഹും സദ്ദ ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ. എനിക്ക് റബ്ബ് തംക്കീനാക്കി ഒരുപാട് പൈസ എൻ്റെ അടുത്തുണ്ട്, അത് മതി. പൈസ വേണ്ട, പക്ഷെ തടി കൊണ്ട് അധ്വാനിക്കണം. എന്താ ഭീമെടുത്തോണ്ട് പോകണം, അവിടെ സ്ഥാപിക്കണം, ഇതെല്ലാം ആക്കണം. അപ്പോൾ ദുൽഖർനൈനെ മുശ്രിക്കൊന്നും ആയിട്ടുമില്ല. ഇവർ പറഞ്ഞ മാതിരിയാണെങ്കിൽ ഈ ദുൽഖർനൈനെ മുശ്രിക്കുന്നു. അയിനോനി ബിക്കുമ്പത്തി അള്ളാഹോടല്ലേ പറയാൻ പാടുള്ളൂ. ആ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ട് ഫിത്തിനുണ്ടാക്കുന്നില്ലാണ്ട് മയക്കൂല കാര്യം ഇവർ പറയുന്നത്. ദുൽഖർനൈനി നബിയാണോ എന്ന് വരെ സംശയമുണ്ട്. ഏതായാലും സാലിഹായ വ്യക്തിയാണെന്ന് ഖിലാഫില്ല. അപ്പോൾ അയിനു പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അയിനോനി ബിക്കുമ്പത്തി നിങ്ങളെന്താക്കണം, ആൾബലം അതുകൊണ്ട് സഹായിച്ചു തരണം. അപ്പോൾ ചിലർക്ക് കൈക്കോട്ടെടുക്കണം, ചിലർ പണിയെടുക്കണം, ചില അപ്പുറം കൂടണം ഇപ്പുറം കൂടണം. ഇതൊക്കെ തന്നെ അള്ളാനെ വിട്ട് കളഞ്ഞു. വെറും ശരിക്കായി. അന്നേരം പിന്നെ ആളെ ശരിക്കാവില്ല എന്ന്. പിന്നെ അവലേരത്തെത്തുമ്പോഴുന്ന ചെറുക്ക് വന്നേ. എല്ലാം ഇത് മഴക്കൂല എവിടെയുള്ളതെന്ന് എനിക്ക് തിരിയാത്ത. ഒരു ബുദ്ധിക്ക് കൊലപ്പെടുന്ന ഒരു ന്യായനിൽ വേണ്ടേ. പക്ഷെ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യം കുറേ കാലം പറഞ്ഞില്ലേ ഇപ്പം. അപ്പം ഹാജാത്തിൻ്റെ നേരത്തെ എന്താക്കണം, തടി കൊണ്ട് അധ്വാനിക്കാൻ. മറ്റേ സമ്പത്താ പറഞ്ഞത്. മിൻ ഖൈരി ഇഹ്വാജിനിലെത്തി ഞാൻ ചോദിക്കാൻ കത്തിക്കണ്ടെന്ന്. എല്ലാം ഒന്ന് സഹായിക്കും, ഇപ്പം ഞാനും ഒറ്റ ഇപ്പം എന്ന് ചോദിക്കാൻ നിൽക്കണ്ട, തടി കൊണ്ട് അധ്വാനിച്ചോളാം. കിത്തിമാനുസരി രഹസ്യങ്ങൾ മറച്ചു വെക്കുക. അതുപോലെ സത്തുറുൽ പരസ്പരമുള്ള ഐബുകൾ മൂടി വെക്കുക. വസ്സുകൂതു അൻ തബ്ലീഗി മാ യസൂഉഹു മിൻ മദമ്മത്തിന്നാസി ഇയ്യാഹു. ഇവനെ മറ്റുള്ള ജനങ്ങൾ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനമെല്ലാം കേട്ടിട്ട് ആടാ നീ എന്നെ എന്തെല്ലാം വിമർശനം എന്ന് ആൾ പറയുന്നത്, നീ എന്തെങ്ങനെയായി പോയെന്നിട്ട് അതെല്ലാം അവനോട് പോയി പറഞ്ഞിട്ട് അവനെ ബുദ്ധിമുട്ടാക്കല്, അല്ല നമീമത്ത്. അപ്പോൾ അവിടെ എന്താക്കേണ്ടത്, വൈബലാകുമാ യസുറുഹു മീ സനാഇന്നാസി അലൈഹി. ജനങ്ങൾ എന്തെല്ലാം സ്തുതിച്ചു പറയുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ. അതുപോലെ വഹുസുനുൽ ഇസ്ഖാ ഇൻദൽ ഹദീസ്. അവൻ സംസാരിക്കുന്ന നേരത്ത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. നീയാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉണ്ടേന്ന് പറഞ്ഞാലൊന്നും ആവില്ല. തർക്കുൽ മുമാറാത്തി ലഹു. പണ്ട് മിറാഗ് പറഞ്ഞില്ലേ, ഒരൊന്ന് പറഞ്ഞാൽ അതിനെ പൊളിക്കണം, പൊളിച്ചിട്ട് ഇവൻ മറ്റൊന്ന് പറയണം, എന്നാലേ വലിയ ആളാവുള്ളൂ. അത് എന്ത് പിടിത്തം പറഞ്ഞാൽ തിരക്കണ്ട. ഞാൻ പണ്ട് ഉറുദു ക്ലാസ് എടുത്താൽ മതി. പട്ടിക്കാട് നിന്ന് ഉറുദു എടുത്ത്. അപ്പോൾ ഒരു സാധനം ഇലാഫത്ത് ചെയ്യുമ്പോൾ അപ്പുറമുള്ള സാധനം നോക്കിയിട്ടാണ് ഇലാഫത്തിൻ്റെ അലാമത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെണ്ണിനോട് നിൻ്റെ പേരെന്താന്ന് എന്തെങ്കിലും ചോദിക്കണ്ടേ? ഒരു പെണ്ണുങ്ങളോട് വിളിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങളെ പേരെന്താണ് എന്താ പ്രയോഗിക്കണ്ടേ? കീ എന്തിനാ പറയുന്നു? അവിടെ എത്തിച്ച് ഈ ഇപ്പുറം പറയുന്ന നാമ് മുതക്കറോ മുഹന്നസോ ജമ്മോ നോക്കിയിട്ടാണ് കാക്കി നീർക്കാൻ. നാമ മുതക്കറായതുകൊണ്ട് ആബ്ഖാ നാം ക്യാ എന്ന പെണ്ണുങ്ങളോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ഉറുദുക്കാർ മാഹിര്യങ്ങളെ വിളിക്കും. ഞാൻ നല്ലോണം പഠിച്ചിട്ടേ പറയും. എനിക്ക് ഉറുദു അറിയില്ലെങ്കിൽ ഉറുദുവിനെ സർഫ് നെഹവ് അള്ളാഹ് തോഫീക്കോടുകൂടിയും ബെറ്ററായിട്ട് അറിയാം. അറബിക്ക് ഞാൻ ഓതിയിട്ടില്ല. അയാൾ പറയുന്നത് അങ്ങനെയാണ്. തുമാരി നാം ക്യാ എന്ന് ചോദിക്കണം. പെണ്ണായതുകൊണ്ട് തുമാരി എന്ന് പറയണം. ഒരാളെന്നോട് ഭാഷ പിടിച്ച് അവസാനം അയാൾ സമ്മതിക്കുന്നേ ഇല്ല ക്ലാസ്സിൽ. എൻ്റെ മാഷ് അങ്ങനെ. എൻ്റെ മാഷ് തമ്മടുത്ത് തോന്നിയ ദിവസം പഠിപ്പിച്ച് ഞാനാ ഉത്തരവാദി. ഞാൻ ചോദിക്കട്ടെ, കുറേ ഉദാഹരണം കാണിച്ചെടുത്ത്. തുമാരി സാത്ത് സേ ഉമ്മത്ത് തുമാരി ഖൈറ ഉമ്മത്തുഹോ. അൽതാഫ് ഹുസൈൻ സാഹിബ് റൗദ ഷരീഫിന്ന് പാടിയ പാട്ടാണ്. ലോകപ്രസിദ്ധനായ ഉറുദു കവിയാണ്. ദർബാറെ റസൂൽ എന്ന കവിതയിൽ തുമാരി ദാത്ത് സേ ആരോടാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് തുമാരി എന്ത് നോക്കിയിട്ട്? ദാത്ത് നോക്കിയിട്ട്. മുഖാത്തബിലേക്കെല്ലാം നോക്കുക. തുമാരി ദാത്ത് സേ ഉമ്മത്തുമാരി തുമാരി ഉമ്മത്ത് ഖൈർ ഉമ്മത്തുഹോ. തങ്ങളുടെ ദാത്തിൻ്റെ ബറക്കത്ത് കൊണ്ടാണ് തങ്ങളുടെ ഉമ്മത്ത് ആരായത്? ഖൈർ ഉമ്മത്തായത്. തുമാരി ദാത്ത് സേ ഉമ്മത്തുമാരി ഖൈറ ഉമ്മത്തുഹോ. അവിടെ അൽതാഫ് ഹുസൈനെ തെറ്റിയോ? അന്ന് സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞില്ല. ഇതാ മുമാറാത്ത്. അൽതാഫ് ഹുസൈനെ സമ്മതിക്കുന്നില്ല. ഞാൻ പഠിച്ചെങ്ങനെയാണ്. അങ്ങനെ വലിയ ആൾ ഇരുന്ന പ്രസംഗത്തിലുണ്ടാവും. आज के ये बड़ी मजलिस में सच्चे मुसलमानों की
ज़िंदगी हालत के मुताबिक चंद बातें पेश करना चाहता हूँ. അവിടെ എന്തോ തെറ്റുണ്ടോ? ആജിക്ക് ഏ ബരി മജ്ലിസ് മേ, ഈ നിറഞ്ഞ സദസ്സിൽ സച്ചേ മുസൽമാനോ की ज़िंदगी हालात के मुताबिक चंद बातें पेश करना चाहता हूँ. ഗ്രാമറിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പറഞ്ഞിട്ടെ? നിങ്ങൾ പറഞ്ഞിട്ടെ, നിങ്ങൾ ഉറുദുക്കാരനല്ലേ? വേറെ എന്താ പറയുന്നത്? എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ആരുമില്ലേ എവിടെ? മജ്ലിസ് എന്നുള്ള മനസ്സായിട്ട് വയ്ക്കുക. കെയ്സി മജ്ലിസ് ഏകം ഹേ, അല്ല കെയ്സാന്ന് പറഞ്ഞിട്ടില്ല. എവിടെ തെറ്റിയ? ഏ ബരി മജ്ലിസ് എന്ന് പറയൂല. എന്തുകൊണ്ട്? മേ നേ സേ കെ കാ കി കോ പർത്തക്ക് ഈ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്താക്കണം? ആടെ ബഹുവചനമാണ് ഇൻ അല്ലെങ്കിൽ ഇസ് എന്നാക്കി മറിക്കണം ഏന. അപ്പോൾ ആജിക്ക് ഇസ് ബരി മജ്ലിസ് മേ എന്ന് അവരുടെ മേ അപ്പുറം വന്നുകൊണ്ട് തിന്നിട്ടില്ല. ഉറുദു പഠിക്കാൻ ഞാൻ ഗ്രാമർ നല്ലോണം പഠിപ്പിച്ചാരാ, എമ്മാതിരി പഠിപ്പിക്കില്ലേ. അറബി ഗ്രാമറിൽ ഇബ്നു മാലിക് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കും. ആജിക്ക് ഈസ് ബരി മജ്ലിസ് മേ. എന്തുകൊണ്ട്? ഈ മജ്ലിസിൻ്റെ ഇപ്പുറം മേ കൂടിപ്പോയേ 9 അക്ഷരങ്ങളില്ലേ? നേ മേ സേ കേ കാ കോ കി പർ തക് കണപ്പടക്ക് നേ മേ സേ കേ കാ കോ കി പർ തക്, നേ മേ സേ കാ കോ കി പർ തക് അങ്ങനെ 10 പറഞ്ഞാൽ പഠിച്ചു. അപ്പോൾ ആജിക്ക് ഈസ് ബരി മജ്ലിസ് മേ, ഇന്നത്തെ ഈ നിറഞ്ഞ സദസ്സിൽ സച്ചേ മുസൽമാനോ की ज़िंदगी हालात के मुताबिक, അതൊക്കെ ശരി തന്നെ. ചന്ദ് ബാത്തെ പേഷ് കർണ ചാഹ്താ ഹൂ, അതായത് ഞാൻ എന്നുള്ള സങ്കല്പിച്ച ഹൂ എന്ന് പറയും. ഹേ ഹൈ ഹോ ഹൂ എന്ന് പറയില്ലേ, അവസാനം ചേർക്കണ്ട ഹേ ഹൈ ഹോ ഹൂ. റത്തീബൊന്നും അല്ലേ ഹേ ഹൈ ഹോ ഹൂ, ഹേ ഹൈ ഹോ ഹൂ. ഉറുദു ആയിപ്പ അത് നമുക്ക് ഞാൻ ഉറുദു ക്ലാസ് എടുത്തു തരാം. വലിയ ഹദീസോ വേറെ എന്തെങ്കിലും കിതാബ് തഫ്സീറിൽ എടുത്തിട്ട്. പോട്ടെ, മുമാറാത്താണ് അവിടെ വന്നത്. അവന് വിളിക്കൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൊണ്ട് വിളിക്കണം. എടാ പൊടാന്ന് വിളിച്ചാലൊന്നും ശരിയാവില്ല. അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്താന്നു അത് എന്താ? വയുസ്തഹബ്ബു ഇജാബത്തു മൻ നാദാക, നിന്നെ വിളിച്ചൊരാളോട് ഇജാബത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ബി ലബ്ബൈക വസഅദൈക, അതാണ് മുസ്തഹബ്. അല്ലെങ്കിലോ ഔ ലബ്ബൈക്ക് ബാധ, 2 ലബ്ബൈക്ക് സാദിക്കൊന്നും വേണ്ട, ലബ്ബൈക്ക്. വയുസ്തഹബ്ബു അൻ യഖൂല ലിമൻ വറദ അലൈഹി, ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന ആളോട് പറയുന്ന സുന്നത്താണ് മർഹബ മർഹബ. ഞാൻ എത്ര വട്ടാന്ന് ഉസ്താദ് പറഞ്ഞത്? മർഹബ യാ മർഹബ, മർഹബൻ യാ മർഹബ. വഅൻ യഖൂല ലിമൻ അഹ്സന ഇലൈഹി ഔ റഅ മിന്ന ഫിഅലൻ ജമീലൻ, നീ ഒരാളെ പക്കൽ നീ നല്ലൊരു പ്രവർത്തനം കണ്ട ഹഫിളക്കല്ലാഹ് എന്ന് പറയാം, ഔ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയാം. വമാ അശ്ബഹഹു, ഇത് പോലോത്തതെല്ലാം പറയില്ല. അദ്കാർ ഇമാമിൻ്റെ കിതാബല്ലേ. ഇനി വയജൂസു ലിൽഇൻസാനി ദിക്റു മൻ യത്തബിഹു മിൻ വലദിൻ ഔ ഗുലാമിൻ ഔ മുതഅല്ലിമിൻ ഔ നഹവിഹിം ബിസ്മിൻ ഖബീഹിൻ, ഇവനോട് പിന്തുടർന്ന് വരുന്ന ഒരു കുട്ടി അല്ലെങ്കിലോ മകനെ അല്ലെങ്കിലോ ആരെങ്കിലും വെച്ച് അവനെ ഒരു കബീഹായ പേരുകൊണ്ട് വിളിക്കൽ ജായിസാന്ന് യസ്ജുറഹു, അവനെ അദബ് പഠിപ്പിക്കാൻ വേണ്ടി കബീഹിനെ മോശം. എന്നിട്ടോ വയറബുദ നഫ്സഹു, അവൻ്റെ നഫ്സിനെ ഒന്ന് യാദ് ചെയ്യിപ്പിക്കാൻ. കൗലിഹി സല്ലല്ലാഹു അലൈഹി അബ്ദുല്ലാഹി ബിൻ ബുസർ തങ്ങളോട് പറഞ്ഞെന്താണ്? ലമ്മ അക്കല മിൻ ഖിത്ഫിൽ ഇനബി, മുന്തിരിങ്ങക്കൊലയിൽ നിന്നപ്പോൾ കബല അൻ യുബല്ലിഗഹു ഇയ്യാഹു, അത് തങ്ങൾക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഫഅഖദ ബിഇദ്നിഹി വഖാല യാ ഗുദറു എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു സാധനം അവിടെ കൊണ്ടു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അന്ന് എടുത്ത് തിന്നു കളഞ്ഞു. അത് അവരെ കുറ്റപ്പെടുന്നില്ല. എല്ലാത്തിനും അന്ന് എല്ലാം തൻസീഹാക്കി വൈൻഖാനോ മിൻഖബലു ലഫീ ലലാലിൻ മുബീൻ അല്ല തന്നെ സമ്മതിച്ചില്ലേ? തങ്ങൾ വരുന്നതിന് മുമ്പ് ലലാലും മുബീനായിരിക്കും. ആയിക്കോട്ടെ, തങ്ങളുടെ വരത്തോടു കൂടി എന്താക്കുക ഇവർ തെറ്റ് ചെയ്യും. അപ്പം യാ ഗുദറു എന്ന് വിളിച്ചു. അത് നമ്മൾ എന്തിനാണ് തോന്നിയില്ല, സമയമില്ല തോന്നുന്നുണ്ട്.
ഹുദർ എന്ന് പറഞ്ഞാൽ ഒരു പോക്കറ്റ് അടി നടത്തുന്നതാണ്. കാലഫിൽ അദ്കാർ ഒമിനൽ അൽഫാദിൽ മദ്മൂമത്തിൽ മുസ്തഅമലത്തി ഫിൽ ആദ, ആദത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ചീത്തയായ അൽഫാദുണ്ടേത് കൗലുഹുൽ ഇമൻ യുഹാസിംഹു, ഇവനോട് തർക്കിക്കുന്നവരോട് യാ ഹിമാർ, യാ കൽബു, യാ തൈസു, പോത്തെ, ഇതൊക്കെ വിളിക്കരുത്. വനഹബിദാലിക് ഫഹാദ കബീഹുൽ ലിവജിഹൈനി, ഇതിൽ രണ്ട് കൊബുണ്ട്. ഒന്നേതാണ് അഹദുമ്മ അന്നഹു കദീബൻ, അത് കളവാന്നു, ഇവ പോത്തുന്നല്ലല്ല. വല്ലാഹറോ അന്നഹു ബദാ, അതൊരു ശീത്തവാക്കാം. നമ്മളിപ്പോൾ വിളിക്കുന്ന എന്ന് വിളിച്ചാൽ ഹയവാനെന്ന് വിളിക്കുള്ളൂ. അതൊന്ന് ഹയവാനെ ഹയവാൻ തന്നെയല്ലേ, വേറെ ഒന്നും വിളിക്കില്ല. ഇതിനാന്ന് ഹംക്കാന്ന് വിളിച്ചാൽ ഹംക്കായി പോയെങ്കിലോ എന്ന് വിളിക്കുന്നു. വെറും ഹയവാൻ. നമ്മളിപ്പം വിളിക്കുന്നുണ്ട് തിരിഞ്ഞോൻ്റെ മോളെ, പണ്ഡിതൻ്റെ മോളെ അവിടെ വിളിച്ചത് തിരിഞ്ഞോനി. ബിഖിലാഫ് യാ ലാലിമു, ലാലിമു എന്ന് വിളിച്ചാൽ തെറ്റില്ല. എന്തുകൊണ്ട്? ഫൈനദാലിക ഇതസാമഹു ബിഹി, അത് പൊരുത്തപ്പെടും ലറൂറത്തിൽ മുഖാസമ, അവിടെ തർക്കം വരുമ്പോൾ ബാനഹു യസ്തുഖു ഗാലിബൻ ഫഖല്ല ഇൻസാനു ഇല്ലാ വഹുവ ലാലിമു ലിനഫ്സി, നഫ്സിനോട് അങ്ങനെ ദുൽമ ചെയ്യാത്ത ആളുണ്ടാവില്ലല്ലോ. കെട്ടിടപ്പുറത്തോളം കൂടെ നിങ്ങൾ നേരെ വിളിക്കുള്ളൂ. ചെറിയ പ്രായം കുറഞ്ഞ ആളെ നിങ്ങൾ നേ വിളിക്കൂ. കൂട്ടുകാരൻ്റെ നല്ല പ്രവർത്തനങ്ങളിൽ ഇവനക്ക് അറിയുന്നുണ്ട് എന്താക്കാനോ പോയിട്ട് നല്ലതായിട്ടുണ്ട്, അങ്ങനെയാണ് വേണ്ടത്, ശരിയായിട്ടുണ്ട്. വായ്യഷ്കുറഹു അലാ സനീഇഹി ഫീ ഹഖിഹി, ഇവൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യത്തിൽ എന്തെങ്കിലും ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശുക്ർ, ജസാക്കല്ലാഹു പറഞ്ഞില്ലേ. വായ്യദുബ്ബ അൻഹു ഫീ ഗൈബത്തിഹി, അവൻ്റെ ഗൈബത്ത് അഥവാ എൻ്റെ അസാന്നിധ്യത്തിൽ വേറൊരാളെ അവനെ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയണ്ട, ഞാനൊന്ന് ജീവിച്ചാളാം, നീ പറയുന്ന കുറവൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞോളാം. ലി എറുലിഹി, ഇതുപോലെ കമാ എറുബു നഫ്സിഹി, സ്വന്തം നഫ്സിനെ തൊട്ട് തടുക്കുന്നത് പോലെ. വായ്യൻസഹു ബിൽ ലുത്ഫി വത്തഅരീലി ഇദഹ്താജ ഇലൈഹി, നല്ല മയത്തോടു കൂടിയും വ്യക്തമായി പറയാതെ താരീലും നേരത്തെ പറഞ്ഞില്ലേ, അത് ആവശ്യമാണെങ്കിൽ ആ രൂപത്തിൽ നുസഹി ചെയ്യാം. വായ്യഫുവ അൻ സല്ലത്തിഹി വ ഹഫുവത്തിഹി, അവൻ്റെ വാക്കുന്ന വല്ല അബദ്ധങ്ങളോ ഹഫുവത്തോ വന്നാൽ അത് മാപ്പാക്കിക്കോ. വലാ യഅ്തിബാരി, അതിനെ പറ്റി കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല. വായ്യദുഅ ലഹു ഫീ സ്വലാത്തിഹി, നമസ്കാരത്തിൽ എനിക്ക് വേണ്ടി ദ്വാരുന്നു. ഫീ ഹയാത്തിഹി വബഅദ മൗതി, ജീവിതകാലത്തും ദ്വാരക്കണം, മൗത്തിന് ശേഷം ദ്വാരക്കണം. നമ്മെന്താക്കല് എല്ലാവരെയും പറഞ്ഞിട്ട് അസ്അലുക്കല്ലാഫിയത്ത് ഒറ്റ ദ്വാരം കൂടെ പൊടിച്ചല്ലോ, പക്ഷേ ആളെ എണ്ണി പറഞ്ഞ് ഇപ്പോൾ അവിടെ തീരല്ലേ. അത് മഞ്ഞെന്ന ബസ്, ഞാൻ പറഞ്ഞ മണ്ണുകൊണ്ട് വലിയൊരു ബസ്സുണ്ട്, അവിടെ സീറ്റ് എത്ര ഒഴിവുണ്ട്, ആണുക്കുണ്ട് പെണ്ണുക്കുണ്ട് ഹവാസിനുണ്ട്. മണ്ണോന് എത്ര വിശാലല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. അല്ലേ അവൻ മരിച്ചതിന് ശേഷം അവൻ്റെ ബന്ധുക്കൾ അക്കാരിമ്യങ്ങൾക്ക് എന്താക്കണം, പല ഉപകാരങ്ങൾ ചെയ്യുന്നതിന് പൂർത്തിയാക്കുക. വഅൻയുസ്ല തഖ്ഫീഫ അൻഹു, അതുപോലെ അവന് എളുപ്പമാക്കി കൊടുക്കാൻ എന്താക്കണം, തിരഞ്ഞെടുക്കുക. ഫലാ യുകല്ലിഫഹു ശൈഅൻ മിൻഹാ ജദാ, തഖ്ഫീഫിന് ഇസാറിൻ്റെ മാനയാണ് ഇട്ടിട്ട് പറഞ്ഞില്ലേ, ഫലാ യുകല്ലിഫ്. അപ്പം അവൻ്റെ ഹാജാത്തിൽ നിന്ന് ഒന്ന് കീർത്തിക്കാൻ പാടില്ല. ഓൻ കട്ടൻ ചായ എന്നാൽ പാലില്ലേപ്പാന്ന് ചോദിക്കണ്ട. എളുപ്പമുള്ള ചോദിച്ചാൽ ഏറ്റവും എളുപ്പമുണ്ടാകും. എല്ലാവർക്കും എന്താ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പം ചോദിച്ചാൽ കുറച്ച് വെള്ളം മതി. ചായ വേണോ ഹോർലിക്സ് വേണോ, ഏതാ എളുപ്പമുള്ളത്? അത് ഞങ്ങൾക്ക് ഏതാ എളുപ്പം? അതാണ്. പണ്ട് മദ്രസക്ക് പിരിവിന് അയച്ചുമല്ലോ, ബാലിന് സ്ഥാനത്ത് എല്ലാവരും ബാഗ് കൊടുത്തിട്ട് പിരിവിന് അയക്കും. എന്നിട്ട് ചിലവും ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ബാക്കി കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ദേശം കൊടുത്തിട്ട് പിന്നെ കടമ്പാക്കിയിരിക്കും. പിരിഞ്ഞു കിട്ടിയ ദേശം ഒന്ന് അടിച്ച് സാപ്പിടും ഹോട്ടലിൽ കയറിയിട്ട്. അത് അല്പം വേണ്ട ഒരു മനുഷ്യന്, അയാൾ പറഞ്ഞു അന്ന് പിരിവിന് വന്നപ്പോൾ അന്ന് ഹണി കൊഞ്ച് എന്ന് പറഞ്ഞിട്ട് വലിയ മേത്തരം ഒരു പാനീയുണ്ട് കുടിക്കുന്നത്, ഈ പെപ്സിയിൽ ഇറങ്ങുന്നതിന് മുമ്പ്.
അത് രാജാക്കന്മാർ കുടിക്കുന്ന സാധനമൊന്നുമില്ല, ഹണിക്കൊഞ്ച്. അന്ന് തന്നെ ഒരു കുപ്പിക്ക് ₹1 എപ്പോൾ 50 കൊല്ലം മുമ്പ്. അപ്പോൾ എല്ലാവരും ഹണിക്കൊഞ്ച് കുടിച്ച് നിങ്ങൾ ഉപ്പയോ 5 പൈസൻ്റെ മോരും വെള്ളം കുടിച്ച് തന്നു. നിങ്ങൾക്കൊക്കെ എന്താ കൊണ്ട്? എനിക്ക് മോരും വെള്ളം തന്നെ 5 പൈസ. അപ്പോൾ 2 ഗ്ലാസ് കുടിച്ചാൽ 10 പൈസ കൊടുത്താൽ മതി. പല കുറേ കാര്യം ഇങ്ങനെ ചിലർ ഓർമ്മിച്ചിട്ട് പറയും. ഇപ്പം തിരിഞ്ഞാ അപ്പം എന്താകും? ഫയുറബ്ബിഹ സിർറഹു അൻ മുഹിമ്മാത്തിഹി. അവന് പ്രധാനപ്പെട്ട ചില കാര്യത്തിലെല്ലാം എന്താണ്ട് ഓരോ മനസ്സിന് ഇങ്ങനെ എന്തെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം റാഹത്തായി കൊടുക്കും. എന്താപ്പം നീക്കലി എനിക്ക് പരിഹരിച്ചില്ലാടോ, പിന്നെ എനിക്ക് മുള വയ്ക്കാനുണ്ട്, അതുണ്ട് ഇതുണ്ട്, അപ്പൊക്കെ പറഞ്ഞിട്ട് എന്താക്കുക, ഒരു മനസ്സിന് സൂത്തിങ് ഉണ്ടാക്കി കൊടുക്കുക. വഅൻ യുദ്ഹിറൽ ഫറഹ ബിജമീഇ മാ യനാലുഹു മിൻ മസറാത്തിഹി. സന്തോഷകരമായ കാര്യങ്ങളിൽ നിന്ന് അവനിക്ക് എന്തെല്ലാം കിട്ടുന്നുവോ അതുകൊണ്ട് എന്താക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക. അസ്താമാരെ പറ്റി പറഞ്ഞില്ലേ, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വൽ ഹുസ്ന ബിമാ യനാലുഹു മിൻ മകാരിഹിഹി. ഉപദ്രവകരമാകുന്ന കാര്യങ്ങൾ അതെങ്കിൽ ഉണ്ടാകുമ്പോൾ അതിൽ ദുഃഖം പ്രകടിപ്പിക്കുക. പക്ഷെ എന്ത് വേണം? തട്ടിപ്പാകാൻ പാടില്ല. അത് മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് വെളിപ്പെടുത്തേണ്ടത്. വഅൻ യുദ്മിറ ലഹു മിസലമായി യുദ്ഹിറു. പുറത്ത് കാണിക്കുന്നത് എന്താണ് അത് തന്നെ ഉള്ളിൽ വേണം. ഉള്ളിലൊന്ന് വെച്ചിട്ട് മറ്റൊന്നും പറയാൻ പാടില്ല, അല്ല അത് സിദ്ദിഖില്ലല്ല. ഫയകൂനു സാദിഖൻ. അപ്പോഴാണ് സാദിഖാകുക. എന്തിലേ? ഫീ ഹുബ്ബിഹി. അവൻ്റെ മഹബ്ബത്തിൽ സാദിഖാകും. സിർറൻ വ അലാനിയത്ത്. ഇപ്പം അലാനിയത്തിൽ ഇപ്പോൾ ഏതായാലും കാണിച്ചിട്ടുണ്ട്, അത് സിദ്ദിലും വേണം. വായിബുദഅഹു ബിസ്സലാമി ഇന്ദ ഇഖ്ബാലിഹി. കണ്ടുമുട്ടുന്ന അവസരത്തിൽ സലാം കൊണ്ട് തുടങ്ങുക. കണ്ടാ? വാൻ യുവസ്യ ലഹു ഫി മജ്ലിസ്. ഇരിക്കാൻ വേണ്ടി സ്ഥലം വിശാലമാക്കി കൊടുക്കുക മജ്ലിസിൽ. വാൻ യഖ്റുജ ലഹു അൻ മക്കാനിഹി. ഇവൻ്റെ മക്കാനത്തൊട്ടിട്ട് എണീച്ചു കൊടുക്കൽ തന്നെ. വാൻ യുശയ്യഹു ഇന്ദ ഖിയാമി. എണീച്ച് പോകുന്ന അവസരത്തിൽ ഒന്നിച്ച് യാത്രയാക്കുക. ഇന്നാന്ന് ഉസ്താദന്മാർ വന്നാണ്ടില്ലേ, വണ്ടി ഡോറ് തുറന്നിട്ട് അടച്ച് വണ്ടി വിടുന്നവരെ ഒക്കെ ഒന്നില്ലേ, കെയും പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു. അബ്ദുൽ ഹക്കീം അബ്ദുൽ സമീ അനീസ് വാ പോകാന്ന് പറഞ്ഞിട്ട് കെയും പിടിച്ചിട്ട് വന്ന് ഡോറ് കയറ്റി വായിലടച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞു. അത്തരത്തിലുള്ള നമ്മൾ നാട്ടിൽ കാണുന്ന ഹിഫ്ദുള്ള തങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനെന്നെ പകർപ്പ. നിങ്ങൾ ഹിഫ്ദുള്ള കണ്ടുണ്ടാവുമല്ലോ? ഇല്ല. എപ്പോൾ ഞാൻ ശ്രദ്ധിക്കലുണ്ട്, മൂപ്പരത്തെ ഒരാളിങ്ങനെ വരുന്നുണ്ടെങ്കിൽ മൂപ്പർ എന്താക്കൂല, ഉള്ളിലേക്ക് തിരിഞ്ഞിട്ട് കയറൂല. അയാൾ വന്ന് എത്തിക്കുന്ന നേരം ഇങ്ങനെ മുസ്തഖബിലായിട്ട് നിൽക്കില്ല. അയാളോട് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ഇവൻ കയറുന്ന ഇഷ്ടമില്ല എന്നുള്ളൊരു സൂചന ബന്ധു പോകുന്നുണ്ടല്ലോ. അതെ, ബിൽഡിങ് താഴേക്ക് വന്നത്. എൻ്റെ യാത്ര ആക്കുമ്പോൾ ബിൽഡിങ്ങോളം വന്ന് വണ്ടിയിലേക്ക് വന്നു. ഇനി വാൻ യസ്മുത്ത ഇന്ദ കലാമിഹി. അവൻ സംസാരിക്കുന്ന അവസരത്തിൽ മൗനമായിരിക്കും. ഹത്താ യഫ്റുഖ മിൻ ഖിതാബി. ഓൻ്റെ സംസാരം തീരട്ടെ, അല്ലെങ്കിൽ പിന്നെ പരക്കപ്പറച്ചിലാവൂലേ. വാൻ യത്റുക്കൽ മുദാഖലത ഫീ കലാമിഹി. അവൻ്റെ കലാമിൽ ഇടക്ക് കയറി സംസാരിക്കൽ ഒഴിവാക്കണം. ചുരുക്കത്തിൽ ഒറ്റ ഒരു വാക്കിലെ മുമ്പർ ചുരുക്കുന്നു. മറ്റുള്ള ആൾ നിന്നോട് എങ്ങനെയായിരിക്കണം എന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ മറ്റുള്ളവർക്ക് അത് കൊടുത്തേക്കാണ്. അതുപോലെ ഒരേ ഒരു വാക്ക്. അത് വാനൽ ജുംല ഇങ്ങനെ പതുക്കെ പറഞ്ഞാൽ ഫയുആമിലുഹു ബിമാ യുഹിബ്ബുഹു നഫ്സിഹി അൻ യുആമല ബിഹി. ഇവനോട് എങ്ങനെ പെരുമാറണമെന്നാണോ മറ്റാളെ വാക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ നീ അങ്ങോട്ട് പെരുമാറിക്കും. ശരിയില്ലേ? അപ്പോൾ ഫമല്ല യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടുന്നൊരു കാര്യം അഖിന് വേണ്ടി ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ ഫഹുബത്തുഹു നിഫാഖുൻ. അവൻ്റെ ആ സാഹോദര്യം അത് നിഫാക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. വഹുവ അലൈഹി ഫി ദുനിയ വൽ ആഖിറതി വബാലുൻ. ഇത് വീട്ടിലും അതോ എനിക്ക് കാലക്കേടാണ്, നല്ലതല്ല. ഫഹാദ അദബുക ഫി ഹഖിൽ അവാമിൽ മജ്ഹൂലീൻ വഫി ഹഖിൽ അസ്ലിഖായിൽ മുആഖീൻ. ഇപ്പോൾ 2 അദബ് പറഞ്ഞു. ആരെ? ഒന്ന് മജ്ഹൂലീങ്ങളായിട്ടുണ്ടെങ്കിലേ ഓറെ കണ്ടില്ല എന്നാക്കിയിട്ട് അങ്ങ് വിട്ടേന്ന് പറഞ്ഞ് വിട്ടു, ഓറെ പണിയെടുത്തോട്ടെ, തീർന്ന്. പിന്നെ അസ്ലിഖാ അഹസ്സുമായി, നടുക്കൊരാളുണ്ട്. ഏത്? നന്ന മജ്ഹൂലീങ്ങളുമല്ല, നന്ന അസ്തിക്കാകായിട്ടുമില്ല. അതാണ് 3ാമത്തെ വരേണ്ടത്. അവാമൽ ഖിസ്മു സാലിസു എന്ന് പറഞ്ഞത്.
അസ്തിഖ എന്നുള്ളത് ഏറ്റവും അടുത്താണല്ലേന്ന്. മജ്ഹൂലിയങ്ങളൊന്നും ഈ നടുക്ക് ആ സംസാരം വേഗം അത് പറഞ്ഞു തീർക്കാനുള്ള ഒരു മൂപ്പരെ വേറത്തിൻ്റെ ഒരു ടെക്നിക്കാണ്. അതെ, അപ്പം രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇബാർത്ത് മനസ്സിലായിട്ടില്ല. എനിക്ക് സമയമുണ്ടോ? വമ്മൽ ഖിസ്മു സാലിസു, ഇനി മൂന്നാമത്തെ ഖിസ്മു വഹുമുൽ മആരിഫു. ഏതാണ്? അസ്തിഖാവു അല്ല, നന്ന മജ്ഹൂലിയങ്ങളും അല്ലാത്ത പരിചയക്കാർ, ഒരു ഇടത്തരക്കാരായി. അവർ ഫാഹിദർ മിൻഹും, അവരെയാണ് സൂക്ഷിക്കേണ്ടത്. എന്താ? ഫഇന്നക ലാ തറ ശർറ ഇല്ലാ മിമ്മൻ തഅരിഫുഹു, നിന്റെ പരിചയക്കാർ അവക്കുന്നതിന് എനിക്ക് ഷർറ് അനുഭവപ്പെടുള്ളൂ. ആരും പരിചയമില്ലാത്ത ഏതോ ബംഗ്ലാദേശക്കാരനെ കൊണ്ട് നമുക്കെന്തും കൊടുക്കാറുണ്ടോ? നമ്മൾ അയ്ബോ എനിക്കറിയില്ല, ഒന്നും അറിയില്ല, അസ്സലാമു അലൈക്കും സലക്കേഫഹാലൊക്കെ ഹത്തായി. അമ്മ സദീഖു, സദീഖാണെങ്കിൽ ഫയുഈനുക, ഒന്നിനെ സഹായിക്കുമെന്ന് ഇപ്പം പറഞ്ഞില്ലേ. വമ്മൽ മജ്ഹൂലു, ഇനി മജ്ഹൂലായാലോ ഫലാ യതഅറദുലക, നിന്നെത്തി വരനിയില്ല. സദീഖായ നിൻ്റെ കാര്യമല്ല ആദാബ് പാലിച്ചിട്ട് നിനക്ക് സഹായിയായി. മജാഹിലായാലോ ഓണോൻ്റെ വഴിക്ക് വയും ചെയ്ത്. ഈ പരിചയക്കാരായാലോ വൈന്നമ ശർറു കുല്ലുഹു മിനൽ മആരിഫ്, ഈ മാരിഫിൻ്റെ പക്കന്നാന്ന് ഷർറ് മുഴുവൻ. അല്ലദീന യുളിഹിറൂന സദാഖത ബി അൽസിന, നാവ് കൊണ്ട് സദാഖത്ത് പ്രകടിപ്പിക്കും. നാട്ടുകാർക്കുണ്ട് സദാഖത്ത് പ്രകടിപ്പിച്ചിട്ട് എന്താക്കും? അപ്പുറം തെറ്റ് മോനാ എന്താന്ന് അറിയോ? അപ്പം മുമ്പിലൊന്ന് ബേക്കിലൊന്ന്. അതുകൊണ്ട് ഫാക്കിലൽ മിനൽ മആരിഫി, മആരിഫക്ക് നീ കുറച്ച് പിടിച്ചോ, മാ കദർത്താവുന്നിടത്തോളം. ഒമായിൻ അറഫ്തുന്നാസ് ഇല്ലാ ദമം ജസല്ലാഹു ഖൈറൻ കൊല്ലം അല്ലസ്തു അരിഫോ എന്ന് മിന്നാജിന് മൂപ്പർ പറഞ്ഞു. ജസല്ലാഹു ഖൈറൻ കൊല്ലം അല്ലസ്തു അരിഫോ, എനിക്ക് പരിധിയില്ലാത്താക്കാൻ അല്ല ഖൈറ് ചെയ്യട്ടെ. എന്താണ്? ഓരോ കുറവും പറയാനില്ല, ദോഷവും പറയാനില്ല, എൻ്റെ തോറും പറയാനില്ല. ഫൈദാ ബുലീത്ത, കണ്ടാ, നീ പരീക്ഷിക്കപ്പെട്ടു ബിഹിം, ഇവരെ കൊണ്ട്. ഫി മദ്രസത്തിനാവട്ടെ, ഔ ജാമിൻ്റെ ജുമാഅത്ത് പള്ളിയിലാവട്ടെ, ഔ മസ്ജിദിൻ്റെ പള്ളിയിലാവട്ടെ, ഔ സൂക്കിൻ്റെ അങ്ങാടിയിലാവട്ടെ, ഔ ബലദിൻ്റെ നാട്ടിലോ, ഫയജിബു, നീ പാലിക്കേണ്ടത് അല്ല തസ്തസ്ഗിറ മിൻഹും അഹദൻ, ആരെയും മോശമായി കാണണ്ട, എല്ലാവരും നിസ്സാരന്മാരാന്ന് കാണണ്ട അങ്ങ് തൊട്ടെ. ഫൈന്നക ലാ തദ്രി ലഅല്ലഹു ഖൈറും മിൻക, നിന്നേക്കാണ് ഖൈർ ആവാമല്ലോ അയാൾ. നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ എന്താന്ന്? നായനെ കണ്ടാൽ അയാൾ മുക്കല്ലഫല്ലാത്ത കൊണ്ട് തെറ്റൊന്നും ഒരിക്കണ്ടാക്കപ്പെട്ടിട്ടില്ലെന്ന്. വലാ തന്നുർ ഇലഹിം ബി ഐനി തഅലീമി ലഹും, ഓറ തഅലീമിൻ്റെ കണ്ടോണ്ട് നോക്കണ്ടെങ്കിൽ ഫീ ഹാലി ദുന്യാഹും, ദുന്യാവിൻ്റെ വിഷയത്തിൽ ഓർക്ക് വലിയ ദുന്യാവുണ്ട്, ഇപ്പോൾ അതുകൊണ്ട് വലിയ തഅലീമാക്കണമെന്ന് അതിന് വേണ്ട. അപ്പം ഫതഹലിക്ക, നീ ഹലാക്കാവും. ഓർ വലിയ ആബിദാണ്, അല്ല വയസ്സുള്ള ആളാണ് എന്നുള്ളതിനൊക്കെ ബഹുമാനിച്ചു. ലിഅന്ന ദുന്യാ സഗീറത്തുൻ ഇൻദല്ലാഹി തആല, ദുന്യാവ് അള്ളാഹിൻ്റെ അടുക്കൽ നിസ്സാരമാണ്. ഇത് കൊതുവിൻ്റെ ചിറകിൻ്റെ സ്ഥാനം ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. സഗീറും മാഫിഹ, അതിലുള്ള വസ്തുക്കളും സഗീറാണ്. അപ്പോൾ വമഹ്മാ അളുമ അഹ്ലുദ്ദുന്യാ ഫീ ഖൽബിക്, ദുന്യാവിൻ്റെ അഹലുകാർ നിൻ്റെ കൽബിൽ വലുതായാൽ ഫഖദ് സഖത്ത മിൻ ഐനില്ലാഹി തആല, അള്ളാഹിൻ്റെ കണ്ണിൽ നിന്നെന്തായി? നീ കുറഞ്ഞവനായിപ്പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് വഇയ്യാക അൻ തബ്ദുല ലഹും ദീനക ലിതനാല ദുന്യാഹും, ദുന്യാബ് കിട്ടാൻ വേണ്ടിയിട്ട് ദീനിനെ ബലിയാക്കുക, അത് നീ സൂക്ഷിച്ചോളണം. ഫലാ യഫ്അലു ദാലിക അഹദുൻ ഖത്തു, അപ്രകാരം ഒരാൾ ചെയ്യൂല ഇല്ല സഗുറ ഫീ അയ്യുനിഹിം, ഓരോ കണ്ണിൽ ചെറുതായിട്ടല്ലാണ്ട്. ഓനക്ക് ദീനൊന്നും വലുതല്ല, നമുക്ക് വെക്കുന്ന നക്കപ്പിച്ച കിട്ടിയാൽ എന്തോ ആകുന്നതെന്ന്. സ്വമ്മ ഹൊരിമമായിന്തഹും, പിന്നെ അവരൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം എന്തായി? എറിഞ്ഞ കല്ല് കൊണ്ടതുമില്ല, തൊക്കിലെ കല്ല് വീണും പോയി എന്ന് പറഞ്ഞു. കല്ല് വെച്ചിട്ട് എറിഞ്ഞു പോലും. അപ്പോൾ എറിഞ്ഞ കല്ല് കൊണ്ടുമില്ല, കൈവന്തിച്ചപ്പോൾ എന്തായി? അതുള്ളത് വീണുകയും ചെയ്തു. ഒരു നായിന കഥ പറയലുണ്ട്. ഒരു കൊട്ടും കടിച്ചിട്ട് പാലം കിടക്കുന്നുണ്ടാവില്ല. അപ്പോൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വേറെ നായുണ്ട് കൊട്ടും വായിച്ചിട്ട് കിടക്കുന്നു. ഈന്ന് നിഴലാന്നേ. അതും കൂടി കിട്ടണമെന്ന് വെച്ചിട്ട് എന്താക്കി ബൗ എന്നാക്കുമ്പോഴേക്കോ വായിലുള്ളത് പൈലേക്ക് പോയി, മറ്റേ കിട്ടിയിട്ടുമില്ല. അല്ല ബൈൻ ആദൗക്ക, ഇനി ഓറ് നിന്നോടെന്താക്കി ശത്രുത കാട്ടിയാലോ നീ അവിടെ യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട. ഫല ത്വാമിലും ബിൽ അദാവ, അദാവത്ത് കൊണ്ട് അങ്ങോട്ട് പെരുമാറണ്ട.
ഫൈന്നക ലാ തുതീഖു സബ്റ അലാ മുകാഫഅതിഹിം, അവരോട് പ്രതികെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ നിനക്കുണ്ടാവില്ല, പിന്നെ കുഴപ്പമുണ്ടാ തീരല്ലേ. ഫയദ്ഹബ ദീനുക ഫീഹിം, നിൻ്റെ ദീനെന്താക്കി ഓരോ വിഷയത്തിൽ നഷ്ടപ്പെടുകയും വയത്തൂൽ അനാവുക്കമാകും, നിൻ്റെ പ്രയാസങ്ങളും പാടുപെടലും ദീർഘകാലം നിലനിൽക്കും. മുമ്പ് എന്താന്ന് 6000 റുപ്യയും 5 പേക്കിടക്കിയോ എന്ന് പറഞ്ഞിട്ട് കഥയുണ്ട്, അറിയില്ല. നമ്മുടെ നാട്ടിലുണ്ടായാലും മമ്മിഞ്ഞ് അയാൾ മരിച്ചുപോയി, ഒരു കച്ചവടക്കാരനാണ്. നവംബർക്കാൻ വിളിച്ചാൽ നല്ല രസമാണ്, അപ്പം നമുക്കെന്താ വാക്കാം, അപ്പോൾ ഭക്ഷണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമെന്ന് നല്ല ഹിക്കമത്തിൻ്റെ വാക്കോ ഇയാൾക്ക് എവിടെ കിട്ടുന്നു, നല്ല രസകരമായിട്ട് പറയും. അങ്ങനെ എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഉപ്പ ഒരു പണിക്കാരനാക്കി. അങ്ങനെ പണിയിലെടുത്തതിന് ശേഷം ഞാൻ എന്താക്കി, 1 ഉറുപ്പ്യ അന്നത്തെ ശമ്പളം കൊടുത്തു അവനെ വിട്ട്. ഉപ്പായത്ത് വെച്ച് വീണ്ടും പൈസ വാങ്ങി 1 ഉറുപ്പ്യ, അപ്പോൾ ഡബിൾ വാങ്ങിയില്ലേ. അപ്പോൾ ഓനൊരിക്കൽ ബജാറിലേക്ക് കൂടി നടക്കുമ്പോൾ ബാടാ കുഞ്ഞുരാമ്മ നീ എന്താ 2 വട്ടം പൈസ വാങ്ങിയെന്ന് ചോദിക്കാൻ വേണ്ടവൻ്റെ പിന്നാലെ പോയി. ഉപ്പ പറഞ്ഞു വാടാ വാങ്ങി, ആ പൈസ എനിക്ക് മുടക്കി തന്നിന്, എനിക്ക് ചോദിക്കണ്ടെന്ന്. ഉപ്പ പറഞ്ഞു സമാധാനിപ്പിച്ചതാണ്, കൊടുത്തിട്ടില്ല. എന്നിട്ട് പറഞ്ഞ് അടിക്ക്, മുമ്പ് ഒരാൾക്ക് വലിയ ഒരു അടക്കത്തോട്ടമുണ്ട്, തെങ്ങിൻ്റെ തോട്ടം. അവിടെ ഒരു തന്നെ എന്താക്കി, ഒരു ഹിന്ദു ഓനക്ക് തുമ്മാൻ തോന്നണം, ഒരു തുണി എന്താക്കി ഇതാക്കള് എന്തായാലും തളയാക്കിയിട്ട് കഴുകുമ്പോൾ കയറിയിട്ട് നല്ല മൊത്തം ഇങ്ങനെ പഴുക്കിടക്കാം, അത് പറിച്ച് ഒന്നെന്താക്കി തുമ്മ നിന്നാൻ വേണ്ടി ഉപയോഗിച്ച് ബാക്കിയെ പണ്ടൊക്കെ സിലുട്ട്. ഇതൊരു പെണ്ണുങ്ങളുണ്ട്, ഞാൻ തന്നെ ആ പെണ്ണുങ്ങ നോക്കിയിട്ട് എന്താക്കി തരുമോ, ഇയാളെ കണ്ട് ആരെ തോട്ടത്തിൻ്റെ ഉടമ എല്ലാ വഴിക്കൊക്കെ നിങ്ങളെന്തിനെ ജീവിക്കുന്ന മാറ്റോന് നിങ്ങളോട് ചോദിക്കാണ്ട് തേയില മുകളിൽ കഴുങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് തറബലിയ നല്ല 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 ചോന്ന പേക്കടൊക്കെ പറിച്ച് ഓനെന്താക്കി തിന്നിട്ട് ബാക്കി പൊഞ്ഞുകൊണ്ടപ്പോഴും ചെയ്ത്. നിങ്ങളെന്തിനാന്ന് ഇയാളോട് തലക്ക് കയറിയല്ല. അങ്ങനെ ബജാറിൽ കൂടിയിട്ട് ചുമ്മാ തിന്നാൻ പോകുന്നൊക്കെ പോയിട്ടാ ആരാടാ എൻ്റെ തോട്ടത്തിൽ കയറിയിട്ട് പറിച്ച് എന്നും പറഞ്ഞിട്ട് ഒരാഴ്ച അടിയം കൊടുത്തു. അടി കൊടുത്തപ്പോൾ ചന്തി ഉത്ത വീണ് ആ ആളെല്ലാം കൂടിയിട്ട് കുഴപ്പാക്കി ആൾ വില കേസാക്കി അടിച്ചങ്ങാടിയിൽ നിന്ന് ചാർജ് എന്തെല്ലാന്ന് ഒന്നാളിടയിൽ നിന്ന് വഷളാക്കി, പിന്നെ അടിച്ച് വീണു, ഇതൊക്കെ പറഞ്ഞിട്ടാണ് കേസാക്കി നോക്കി. കേസിൽ അവസാനം 6000 റുപ്യ, അന്നേത്തെ 6000 റുപ്യ ഫൈൻ കിട്ടി, പൈക്കടക്കോട്ട് തിരിച്ച് കിട്ടിയതുമില്ല. ഇതാണ് എന്താക്കല്, നിസ്സാര കാര്യത്തിന് വേണ്ടി അങ്ങനെ ചോദ്യം ചെയ്ത കിഞ്ഞിൽ നിന്ന് മമ്മിഞ്ഞ അജിനോട് ഉപ്പ പറഞ്ഞു കൊടുത്ത കഥ. ഇതാണ് ഇത് 5 പേക്കിടക്കയും 6000 റുപ്യയും. അത് ഇയാൾക്ക് തോട്ട ഇഷ്ടം പോലെ ഉണ്ട്, അയാൾ തിന്നങ്ങോട്ട് പോട്ടെ എന്ന് വെച്ചാൽ ഇതെല്ലാം സഹിക്കണം. അയാൾ മരിച്ചുപോയി, നല്ലൊരു നിശനാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് അപ്പുറത്ത് നൽകട്ടെ, അമ്മീൻ. ഇപ്പം തിരിഞ്ഞില്ലേ, വലാ തസ്കുൻ ഇലൈഹിം ഫി ഹാലി ഇക്റാമിഹിം ഇയ്യാക, നിന്നെ ഓർ ബഹുമാനിച്ചെന്ന് വരും. അസാല സനാഇഹിം അലൈക ഫീ വജഹിക്കുന്നതിൻ്റെ മുഖത്തും നോക്കിയിട്ട് നല്ല സ്തുതിയെല്ലാം പറയും. അതിലൊന്നും എത്തിമാത് ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. അതെ, അജഹലുന്നാസി മൻ തറക്ക യക്കീന മൈന്ദഹു ലന്നിൻ മിനന്നാസ് എന്ന് പറഞ്ഞിട്ട് ഹിക്കമിലുണ്ട്. ജനങ്ങൾ ലന്നിന് വേണ്ടിയോ വഹമിന് വേണ്ടിയോ നിന്നെ പുകഴ്ത്തും, നീ ആരാണെന്ന് എനിക്ക് ഉറപ്പാണ്. അത് കളഞ്ഞിട്ട് ജനങ്ങൾ പറഞ്ഞ പോലെയാണെന്ന് വിചാരിച്ചാൽ ഓനാണ് അജഹലുന്നാസിന്ന് എവിടെ ഹിക്കമിൽ. വൈദഹാരിഹിമൽ മവദ്ദത്തലക്ക്, നിന്നോട് വലിയ സ്നേഹപ്രകടനം ഉണ്ടാകും. ഫൈന്നക ലൗ തലബത ഹഖീഖത ദാലിക, നിങ്ങളീ പറഞ്ഞത് ശരിയാണോ എന്താണെന്ന് ഹഖീഖത്ത് തേടിയാൽ ലം തജിദ് ഫിൽ മിയത്തി ഇല്ലാ വാഹിദ, 100 എണ്ണത്തിൽ ഒരൊറ്റൊന്നേട്ടം കിട്ടിയെങ്കിലായി. കണ്ടാ, ചില പരിപാടിക്കെല്ലാം പോയി ആ ചിരട്ടക്കിരിയായിരിക്കും ഭയങ്കരമായിട്ട് പറയില്ല. ഓനെന്തിനാ പറയുന്നത്, ഞാൻ അത്ര പോലീസുള്ള ആളെയാണ് നമ്മളെ നാട്ടിൽ കൊണ്ടാകുന്നതെന്ന് പേര് കിട്ടാൻ വേണ്ടി പറയുന്നു. ഈ ചിരട്ടക്കരിക്ക് എന്നെ അറിയാമോ മോശക്കാരനാണ്, അറിയോ? ചിരട്ടക്കരി അറിയില്ല. വലാ തത്മ അൻ യകൂനൂ ലക ഫിസ്സിദ്ദി വൽ അനനി വാഹിദൻ, രഹസ്യത്തിലും പരസ്യത്തിലും അവർ ഒരുപോലെയാകണം എന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. മുഖത്ത് നോക്കുമ്പോൾ നീ സോപ്പിടും, അപ്പുറം നിന്നിട്ട് നീ ശത്രുവായിരിക്കും. വലാ തതഅജ്ജബ് ഇൻ സലബൂക ഫിൽ ഗൈബ,
നിൻ്റെ അസാന്നിധ്യത്തിൽ നിന്നെന്താക്കി ഒരു പറിച്ചു കീറി. എന്നാൽ അതൊന്നും അത്ഭുതം, അത് സ്വാഭാവികം തന്നെയാണ്, അങ്ങനെയേ ഉണ്ടാവുള്ളൂ. വല തഗ്ലബ് മിൻഹ, അതിൻ്റെ മടി നീ ദേഷ്യം പിടിക്കൊന്നും വേണ്ടാന്ന്. ഫൈന്നക്ക ലവ് അൻസഫ്ത, ഇത് നീ നീതിയോടെ ചിന്തിക്കുക, എന്നാൽ വജത്ത മിൻ നഫ്സിക മിസലദാലിക്ക്, ഇതേമാതിരി സ്വഭാവം നിന്നിലും കാണാം. നീ മറ്റൊരാളിലേക്ക് ചേർത്തിട്ട് നീ ഒരു മാരിഫായിരിക്കുമല്ലോ, അത് നിന്നിലും കാണും. ഹത്താഫി അസ്തക്കായിക്ക്, അത്ര വരെ നിൻ്റെ സദീഖ്യങ്ങളോടും ഉണ്ടാകും, അക്കാരിബ്യങ്ങളോടുണ്ടാകും. ബൽഫി ഉസ്താദിക്ക്, ഉസ്താദിനെ പറ്റിയും പറയാനുണ്ടാകും. വാലിദേക്ക, മാതാപിതാക്കന്മാരെ പറ്റിയൊക്കെ എനിക്ക് പറയാനുണ്ടാവും, അത് നെഞ്ചിലുണ്ടത്. ഫഇന്നക തദ്കുറുഹും ഫിൽ ഗൈബതി ബിമാ ലാ തുശാഫിഹുഹും ബിഹി, മുഖത്ത് നോക്കി പറയാത്ത എന്താക്കും മറിഞ്ഞു നിന്നിട്ട് പറയൂ എന്നാണ് പറഞ്ഞു. നാളെ ഇമാമ എന്തൊരു ആഴത്തിലൊക്കെ പോയപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഫഖ്ത തമഅക അൻ മാലിഹിം വജാഹിഹിം വമഉനതിഹിം, ഓരോ സഹായങ്ങൾ, ഓരോ മുതൽ, ഓരോ മാലി, ഇതിനകത്തോട്ട് ആഗ്രഹങ്ങൾ മുറിച്ചേ. കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തു നിന്നിട്ട് പിന്നെ കിട്ടിയില്ലല്ലോ. അതിന് ഫൈന്ന താമിഅ ഫിൽ അക്സരി ഖായിബുൻ ഫിൽ മആൽ, അധികവും ഈ കൊതിച്ച് നിൽക്കുന്ന ആൾക്ക് ഒന്നും കിട്ടാത്ത ഖായിബാണ്. ബഹുവ ദലീലല്ല മഹാലത്ത ഫിൽ ഹരി, ഇപ്പോഴാണെങ്കിലോ ദലീലാകുകയും ചെയ്തു. വൈദാ സഅൽത വാഹിദൻ ഹാജത്തൻ ഫഖളാഹ, ആരോടെങ്കിലും ഒരാവശ്യം ചോദിച്ചിട്ട് അത് വീട്ടിൽ തന്നെന്ന് വെക്കാം. ഫഷ്കുരില്ലാഹ തആല വഷ്കുറുഹു, അള്ളാഹുക്കും ശുക്ർ ചെയ്യണം, അവന് ശുക്ർ ചെയ്യണം. വൈൻ കസറ, ഇനി ഓനെ എനിക്കൊന്നും വീട്ടുന്നതിൽ ഉപേക്ഷ വരുത്തി ഓനും തയ്യാറാകുന്നില്ലേ, എന്നാൽ ഫല തുആതിബു, ഓനെ വിമർശിക്കണ്ട. എന്തുകൊണ്ട്? പിന്നെ വല തഷ്കിഹി, മാനം പറ്റി പരാതിയും പറയണം. ഞാനൊരു ഫുലാനോട് പറഞ്ഞിട്ട് ഓ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതികളും വേണ്ട. തസീർ അദാവത്ത്, അത് പിന്നെ അദാവത്തായിട്ട് മാറും. വക്കുൻ കൽ മുഅ്മിനി യത്ലബുൽ മആദീർ, നീ ഒരു മോമിനി, ഏത് മോമിൻ്റെ സ്വഭാവം എന്താന്ന്, കുറേ ഉതിരുകൾ തേടി പഠിക്കുമ്പോൾ ഇന്ന ഉതിരുണ്ടായിരിക്കും, ഇന്നതുകൊണ്ടായിരിക്കും, ഇന്നതുകൊണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എത്രയോ ഉതിർ, ഒന്നല്ലെങ്കിൽ ഒന്ന്, ഇനി എന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താക്കും, അതമ്മ ഇപ്പം അടുത്ത് മതി, ഞാൻ അറിയാത്ത എന്തോന്നുണ്ടാവും. ഒന്ന് ബസ് കിട്ടാട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓനിക്ക് എന്തെങ്കിലും തിരക്കായിട്ടേക്കും, മറന്നുപോയിട്ടായിരിക്കും, ഇങ്ങനെ പലതും. അങ്ങനത്തെ മോമിനാവണം. വലാത്തക്കും കൽ മുനാഫിക്ക് യത്ലബുൽ ഉയൂബ്, ഐബുകളെ തേടി പിടിക്കുന്ന മുനാഫിക്കാകാൻ പാടില്ല എന്ന്. ഫഖുൽ, എന്നിട്ടോ ലഅല്ലഹു ഖസ്സറ ലിഉദ്രില്ലഹു, അവനിക്കെന്തോ ഉദ്റുണ്ടായിട്ടാണ് എന്താക്കിയത്, ഈ ഉപേക്ഷ വരുത്തിയതൊന്നും ലം മത്തലി അലൈഹി, എനിക്കെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ വലാ തഅലന്ന അഹദം മിൻഹും, അതിൽപ്പെട്ട ആരെയും നീ വഅദ് പറയാൻ പോണ്ട. മാലം തതവസ്സം ഫീഹി അവ്വലൻ മഖായിലുൽ ഖബൂൽ, നിൻ്റെ വഅദ് ഉപദേശങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ ആദ്യം മോനിൽ പ്രകടമായാലല്ലാതെ എന്തുണ്ടാക്കണ്ട, വഅദ് പറയാനോ ഉപദേശിക്കാനോ നിൽക്കണ്ട. വ ഇല്ല, അങ്ങനെ അടയാളം കാണുന്നില്ലേ, ലം യുസ്മഇക, നിൻ്റെ വാക്കൊന്നും ഓർ കേൾക്കുക ചെയ്യൂല. വസാറ ഹസ്മൻ നലിക്ക്, മാത്രമല്ല നിൻ്റെ പ്രതിപക്ഷമായിട്ട് മാറുണ്ടാവും, എന്നോട് വഅദ് പറയാൻ നിന്നില്ലേ എന്ന്. ഇനിയുണ്ടല്ലോ എത്ര പേജുണ്ട്? എന്നാ പിന്നെ ഇന്നലെ പറഞ്ഞ സമയം അപ്പം നമുക്ക് നാളെ ഉണ്ടാവില്ലേ? നാളെ ശനിയാഴ്ചല്ലേ? എന്നാൽ പിന്നെ അടക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാം തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അവരുടെ കറാമത്ത് കൊണ്ടും അല്ലാഹു തആല അവർക്ക് നൽകിയ ഫദ്ലിൻ്റെയും ബറക്കത്ത് കൊണ്ട് മൂപ്പരുടെ എല്ലാ ഉപദേശങ്ങളും നമുക്ക് ജീവിതത്തിൽ, ഇതിൻ്റെ മുസ്തമീങ്ങളുടെയും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി തരട്ടെയാണ്. ബഹുമാനപ്പെട്ടവർ നമുക്കതിൽ ഉപദേശിച്ചു തന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ലിഖാഉം അവൻ്റെ റിദ്വാനും മഹാനവറുകൾക്ക് നൽകിയിട്ട് സ്വർഗത്തിലും പരലോകത്തിലും ദുനിയാവിൽ ആഖിറത്തിലും നമ്മളെയും അവരെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടി അവരുടെ ബറക്കത്ത് കിട്ടാൻ നമുക്ക് തൗഫീഖ് നൽകി തരട്ടെയാണ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ